പീപ്പിൾ ഡെവലപ്മെന്റ്, എൻവയൺമെന്റ്, ഓൾമോസ്റ്റ് നമ്മുടെ പോർഷൻസ് തീരാറായി. നമ്മൾ സ്കീമുകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. റിന്യൂവബിൾ എനർജി സോഴ്സ്, നാച്ചുറൽ ഗ്യാസ് വരെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് കോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് റിന്യൂവബിൾ എനർജി സോഴ്സുകളാണ്, നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് നോൺ റിന്യൂവബിൾ ആണ്. നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് വൺസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റിന്യൂ ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. കാരണം നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതാണ് നമ്മൾ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിന്യൂ ചെയ്യാൻ, അത് തീർന്നു പോവില്ല. അപ്പൊ നമ്മൾ കുറച്ച് ജുഡീഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സുകളാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ എല്ലാ സ്കീമുകളും നോക്കിക്കഴിഞ്ഞാൽ സോളാർ എനർജി റിലേറ്റഡ് ആയിട്ട്, വിൻഡ് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകളാണ് നമ്മൾ കൂടുതലും കാണാൻ പറ്റും. ഇപ്പൊ KSEBയുടെ തന്നെ റൂഫ് ടോപ്പിൽ സോളാർ എനർജി വെക്കുന്ന സ്കീമൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് KSEB ഇത് ചെയ്തു തരുന്നത്. അപ്പൊ ഇതൊക്കെ റിന്യൂവബിൾ എനർജി റിസോഴ്സുകളെ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പല ഇനീഷ്യേറ്റീവുകളാണ്. അപ്പോൾ ഇനീഷ്യലി ഇതിനൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് പലരും ഇത് ചെയ്യാത്തതിന്റെ ഒരു കാരണം അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ സോളാർ എനർജി നോക്കുകയാണെങ്കിൽ, സോളാർ എനർജി നമുക്ക് വൺസ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് വരും. കാരണം അതിന്റെ സോളാർ സെല്ലൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് പലരും അത് ചെയ്യാത്തത്. ഓക്കെ, പക്ഷെ അത് വൺസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു അസറ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ അതൊരു എൻവയൺമെന്റിന്റെ നമ്മൾ നോക്കുകയാണെങ്കിലും അതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സർക്കാർ ഈ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഏതൊരു ഗവൺമെന്റ് സ്കീം നോക്കിക്കഴിഞ്ഞാലും റിന്യൂവബിൾ എനർജി റിസോഴ്സുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്കീമുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറെ സ്കീമുകൾ കാണും. ഓക്കെ, എനർജി ദാറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് ആർ കണ്ടിന്യൂസ്ലി റീപ്ലെനിഷ് ചെയ്യുന്നതിൽ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെ. നാച്ചുറൽ റിസോഴ്സുകളാണ്, അതിങ്ങനെ കണ്ടിന്യൂസ്ലി റീപ്ലേസ് ചെയ്ത് തീർന്നു പോകുന്നില്ല, പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ സൂര്യൻ അല്ലെ, അത് നമ്മൾ പിറ്റേ ദിവസം വീണ്ടും ഉദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് റീപ്ലെനിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് നമ്മൾ എനർജി ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയാം. ദിസ് എനർജി കനോട്ട് ബി എക്സോസ്റ്റഡ്, ഇത് തീർന്നു പോവില്ല, എക്സോസ്റ്റ് ആയി പോവില്ല. ആൻഡ് ഇസ് കൺസിസ്റ്റന്റ്ലി റിന്യൂഡ്, ഇതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. Okay. According to government sources, 60% of India's total power capacity will come from renewable sources by 2030. 2030 ആവുമ്പോഴത്തേക്കും, വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, 2030 ആവുമ്പോഴത്തേക്കും ഇന്ത്യയുടെ 60% പവർ കപ്പാസിറ്റി റിന്യൂവബിൾ സോഴ്സിൽ നിന്നായിരിക്കും എന്നാണ് ഗവൺമെന്റ് സോഴ്സുകൾ പറയുന്നത്. അതായത് നമ്മൾ കുറച്ചും കൂടെ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോഴ്സുകളായിരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജികളായിരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സോളാർ എനർജിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഇന്ത്യ ഒരു സൺഷൈൻ കൺട്രിയാണ്. സൺഷൈൻ കൺട്രി എന്ന് പറയുന്നത് ഇക്വേറ്ററിന്റെ മുകളിലായതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് സൂര്യൻ എനർജി നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സൺഷൈൻ കൺട്രീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് ഇക്വേറ്ററിന്റെ മുകളിലായത്, നമ്മൾ ഗ്ലോബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇക്വേറ്റർ അല്ലെ, ഭൂമധ്യ രേഖയ്ക്ക് മുകളിലുള്ള രാജ്യങ്ങൾക്കൊക്കെ സോളാർ എനർജി നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ഇന്ത്യ അത്തരത്തിലൊരു രാജ്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് ശരിക്കും സോളാർ എനർജിയിലായിരിക്കണം. കാരണം സോളാർ എനർജി എല്ലായിടത്തും ഉണ്ട്. അതേസമയം നമ്മൾ വിൻഡ് എനർജി നോക്കുകയാണെങ്കിലോ, വിൻഡ് ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് വിൻഡ് എനർജി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, കാറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അതേസമയം സോളാർ എനർജി എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സോളാർ എനർജിയിലാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിന് എല്ലായിടത്തും ഒരേപോലെയാണ് സണ്ണ് വരുന്നത്. അതേസമയം കാറ്റിൻ്റെതാണെങ്കിൽ, ഇപ്പൊ വിൻഡ് എനർജി ആണെങ്കിൽ വിൻഡിന്റെ വേഗതയ്ക്ക് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിൻഡ് ഫാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ വിൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിൻഡ് ഫാമുകൾ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും വലിയ ആ ഒരു പങ്ക് കറങ്ങണമെങ്കിൽ അത്രയും കാറ്റ് വേണം അല്ലെ. വെറുതെ മന്ദമാരുതൻ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും കാറ്റുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് വിൻഡ് ഫാമുകൾ പോസിബിൾ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള റിന്യൂവബിൾ റിസോഴ്സുകൾ നമുക്ക് എല്ലായിടത്തും പോസിബിൾ അല്ല. പക്ഷെ സോളാർ എനർജി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നുള്ളതാണ് സോളാർ എനർജിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ,
ഇനി സിലിക്കൺ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് സോളാർ ഫോട്ടോവോൾട്ടായിക് സെൽ ഇസ് എ പൊല്യൂട്ടൻ. അപ്പൊ ഇതിനകത്ത് ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് ഈ സോളാർ സെല്ലിൽ ഉപയോഗിക്കുന്ന സിലിക്കൺ എന്ന് പറയുന്നത് ഒരു പൊല്യൂട്ടൻ ആണ്. പക്ഷെ അത് ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു എനർജി റിസോഴ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ പറയാം. ഓക്കെ, ദർ ആർ 2 ways we can produce electricity from sunlight. നമുക്ക് 2 രീതിയിൽ സണ്ണിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് 2 രീതികൾ? ഒന്ന്, photovoltaic electricity uses photovoltaic cells that absorb direct sunlight to generate electricity. ഒന്നെന്ന് പറയുന്നത് ഫോട്ടോവോൾട്ടായിക് സെല്ലാണ്. ഈ ഫോട്ടോവോൾട്ടായിക് സെല്ലിലേക്ക് സൺലൈറ്റ് എന്ത് ചെയ്യുവാണ്, നമ്മൾ നേരിട്ട് അബ്സോർബ് ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി റിലീസ് ചെയ്യുന്നതിനെയാണ് ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. അപ്പൊ ഒരു ഫോട്ടോവോൾട്ടായിക് സെല്ല്, അതായത് ഈ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകൾ ഉള്ള ഒരു സംവിധാനം. ആ സംവിധാനത്തിലേക്ക് നമ്മൾ സൺലൈറ്റ് എക്സ്പോസ് ചെയ്ത് വെക്കുന്നു. സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്ത് സെല്ലുകൾ വെക്കുന്നു, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സോളാർ തെർമൽ ഇലക്ട്രിസിറ്റി ആണ്. ഇവിടെ സെല്ലിലല്ല ഇത് കളക്ട് ചെയ്യുന്നത്, മറ്റേത് സെല്ലിലേക്കാണ് കളക്ട് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ ഈ റൂഫ് ടോപ്പിലൊക്കെ കാണുന്ന സംഭവം ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റി ആണ്. അതായത് നമ്മൾ ഈ ഒരു നീല കളർ ഇങ്ങനെ ചെരിച്ചു വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ, അത് വോൾട്ടായിക് ഇലക്ട്രിസിറ്റി ആണ്. അതായത് സൂര്യന്റെ രശ്മികൾ എന്ത് ചെയ്യുവാണ്, ഈ സെല്ലിലേക്ക് കടത്തിവിട്ട് ഈ സെൽ എന്ത് ചെയ്യുവാണ്, അത് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് അത് ഇലക്ട്രിസിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. അതാണ് ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റി. അതായത് റൂഫ് ടോപ്പിലൊക്കെ കാണുന്നത് ഇതാണ്, നമ്മൾ ഈ ചെരിച്ച് ഇങ്ങനെ സെല്ല് വെച്ചേക്കുന്നത്. ഓക്കെ, ഈ സെല്ലിലാണ് സിലിക്കൺ ഉള്ളതെന്ന് പറഞ്ഞത്, ആ സിലിക്കൺ ആണ് പൊല്യൂട്ടൻ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഒരു മെത്തേഡ് അതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താ പറഞ്ഞത്, സോളാർ തെർമൽ ഇലക്ട്രിസിറ്റി ആണ്. എന്താണ് ഈ സോളാർ തെർമൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? യൂസസ് എ സോളാർ കളക്ടർ ദാറ്റ് ഹാസ് എ മിറേർഡ് സർഫസ് വിച്ച് റിഫ്ലെക്ട്സ് സൺലൈറ്റ് ഓൺ ടു എ റിസീവർ ദാറ്റ് ഹീറ്റ്സ് അപ്പ് എ ലിക്വിഡ്. അതായത് ഇവിടെ ഒരു സോളാർ കളക്ടർ ഉണ്ട്, അതിനകത്ത് ഒരു മിറർ വെച്ചിട്ടുണ്ട്, മിറർ സർഫസ്. അപ്പൊ ഈ സൂര്യന്റെ രശ്മി ഈ മിററിലേക്ക് തട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ സൂര്യന്റെ റേ തട്ടുമ്പോൾ ഈ മിററിൽ നിന്ന് ഇത് റിഫ്ലക്ട് ആവും. ഓക്കെ, ഇത് റിഫ്ലക്ട് ആവുമ്പോൾ ചൂട് വരും അല്ലെ. ഇതിങ്ങനെ ഈ റേ വന്ന് മിററിൽ തട്ടുന്നു, ഇത് ഈ മിററിൽ നിന്ന് ഇങ്ങനെ റിഫ്ലക്ട് ആവുന്നു. ഈ റിഫ്ലക്ട് ആവുന്ന സമയത്ത് കുറച്ച് ഹീറ്റ് എനർജി കൂടി ഉണ്ടാവും. ഇതെന്താണ്, ഈ ഹീറ്റ് എനർജി എന്ത് ചെയ്യുവാണ്, അവിടെ ഒരു ലിക്വിഡ് ഉണ്ട്, ഈ പറയുന്ന കളക്ടറിൽ, സോളാർ കളക്ടറിൽ ഒരു ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡിനെ ഹീറ്റ് ചെയ്യും. ദിസ് ലിക്വിഡ് ഇസ് യൂസ്ഡ് ടു മേക്ക് സ്റ്റീം ദാറ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി. ഈ ലിക്വിഡ് ചൂടാവുന്ന സമയത്ത് ഇത് നീരാവി ഉണ്ടാക്കുന്നു. നീരാവി എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നു. നമ്മൾ തെർമൽ പവർ പ്ലാന്റിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ വെള്ളത്തിന് ചൂടാക്കിയിട്ട് നീരാവി ആക്കിയിട്ട് ആ ചക്രം തിരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി ഇല്ലേ, അതുപോലത്തെ ഒരു ടെക്നീക്കാണ് സോളാർ തെർമൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് സൂര്യന്റെ ഉണ്ട്, പിന്നെ ചൂടാക്കിയിട്ട് നീരാവി ആക്കിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റേത് നേരിട്ട് ഫോട്ടോവോൾട്ടായിക് സെല്ല് സൂര്യന്റെ രശ്മികൾ അബ്സോർബ് ചെയ്യുന്നു, ആ സെല്ലിൽ അത് എന്ത് ചെയ്യുന്നു, അത് ഇലക്ട്രിസിറ്റി ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റി. അതിനകത്ത് ഉപയോഗിക്കുന്ന സിലിക്കൺ ആണ് നേരത്തെ പറഞ്ഞ പൊല്യൂട്ടന്റ് ആണെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, സോളാർ തെർമൽ ഇലക്ട്രിസിറ്റി ആണ്. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോളാർ കളക്ടർ ഉണ്ടാവും, ആ സോളാർ കളക്ടറിന് ഒരു മിറേർഡ് മിററുള്ള ഒരു സർഫസ് ഉണ്ടാവും. ആ മിറേർഡ് സർഫസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സൂര്യന്റെ രശ്മികൾ വന്ന് പതിക്കുന്നത്. എന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്യുന്നു. ആ റിഫ്ലക്ട് ചെയ്യുന്ന റേസ് എന്ത് ചെയ്യുന്നു, ഈ സോളാർ കളക്ടറിലുള്ള വെള്ളത്തിനെ ചൂടാക്കുന്നു. ഇത് ചൂടായി കഴിയുമ്പോൾ നീരാവി ആവുന്നു. ഈ നീരാവിയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 മെത്തേഡിലാണ് നമ്മൾ സോളാർ എനർജി ട്രാപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെയൊക്കെ എന്താണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് കാണുന്നത് ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റി ആണ്. കാരണം എന്താ, ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ സെല്ലിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യാനുസരണം നമ്മളൊരു ബാറ്ററിയിൽ ചാർജ് ചെയ്ത് വെച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെർട്ടറിലൊക്കെ ചാർജ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തുന്നതാണ് ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് കാണുന്നതും ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റി ആണ്. സോളാർ തെർമൽ ഇലക്ട്രിസിറ്റി ഞാൻ എവിടെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഫംഗ്ഷനിങ്ങിനെ പറ്റി വലിയ ധാരണയില്ല. ഞാൻ ഈ വായിച്ചൊരറിവല്ലാതെ, മറ്റേത് പിന്നെ നമുക്ക് കാണുന്നതുകൊണ്ട് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം, ഈ പായൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ അതാണ്. അതായത് ഞാൻ വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോളാർ ഉണ്ട്. അപ്പൊ ഈ സോളാർ കുറെ നാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ബ്രേക്ക് ആവുന്നുണ്ടോ. അപ്പം അവിടെ സോളാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഈ സോളാറിൽ ഇങ്ങനെ ഫംഗസ് വരും. അതായത് നമ്മളിപ്പം മഴയൊക്കെ ആയി കഴിയുമ്പോൾ പായല് വരും. അപ്പൊ ഈ പായല് ഈ സോളാറിന്റെ സെല്ലില് ഇങ്ങനെ മൂടിക്കിടക്കുകയാണെങ്കിൽ പിന്നെ കറക്റ്റ് ആയിട്ട് സൺലൈറ്റിന് ഈ സെല്ലിന് അബ്സോർബ് ചെയ്യാൻ പറ്റാതിരിക്കും.
അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സോളാർ സെല്ലുകൾ ഈ മഴക്കാലമൊക്കെ കഴിയുമ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഈ സൺലൈറ്റിന്റെ അബ്സോർപ്ഷൻ കുറയും. അപ്പൊ നമുക്ക് അത്രയും ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ആണ്. അത് നമുക്ക് അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതൊന്നും നമുക്ക് ബുക്കിനൊട്ടൊന്നും കിട്ടില്ല. ചിലതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അതായത് സോളാർ പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ കറണ്ട് ബില്ല് ഭയങ്കര ഹൈ ആയിട്ട് വന്നു. അപ്പൊ സോളാർ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത്രയും കറണ്ട് ബില്ല് വന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ സോളാറിന്റെ ആൾക്കാരെ വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഈ സോളാറിന്റെ സെല്ല് എത്രയോ നാളായിട്ട് ക്ലീൻ ചെയ്യാത്ത കാരണം, അതിൽ പായൽ പിടിച്ചത് കാരണം പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് എനർജി ഇലക്ട്രിസിറ്റി അത്രയും പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നത് എന്നുള്ളത് മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഞാനത് ജസ്റ്റ് ഒരു പോയിന്റ് ആഡ് ചെയ്താണ്. അപ്പൊ ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് സോളാർ എനർജി ട്രാപ്പ് ചെയ്യാനുള്ളതെന്ന് ഓർക്കാം. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, ഇനി ലൂമിനസെന്റ് സോളാർ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ലൂമിനസെന്റ് സോളാർ കോൺസെൻട്രേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് യൂസസ് എ തിൻ ഷീറ്റ് ഓഫ് മെറ്റീരിയൽ ടു ട്രാപ്പ് സോളാർ റേഡിയേഷൻ ഓവർ എ ലാർജ് ഏരിയ. ലൂമിനസെന്റ് സോളാർ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. അതൊരു തിൻ ഷീറ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സോളാർ റേഡിയേഷൻ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഓവർ എ ലാർജ് ഏരിയ ബിഫോർ ഡയറക്ടിങ് ദ എനർജി ടു സെൽ മൗണ്ടഡ് ഓൺ ദി തിൻ എഡ്ജസ് ഓഫ് ദി മെറ്റീരിയൽ ലെയർ. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? അത് ഈ സെല്ലിലേക്ക് മൗണ്ട് ചെയ്യുന്നു. സെല്ലിലേക്ക് മൗണ്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CEL സെല്ലാണ് ഈ നമ്മുടെ സോളാർ എനർജി കളക്ട് ചെയ്യാനുള്ള സെല്ലുണ്ടല്ലോ, ആ സെല്ലിലേക്ക് അത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഈ ലൂമിനസെന്റ് സോളാർ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത് ഒരു തിൻ ഷീറ്റ് ആണ്. ഈ മെറ്റീരിയലിലേക്കാണ് സോളാർ റേഡിയേഷൻ ട്രാപ്പ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ് അത് സെല്ലിലേക്ക് പോകുന്നത്. അപ്പൊ അതൊരു ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. അത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി സോളാർ പോണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. സോളാർ പോണ്ട് ഇസ് എ ലാർജ് ബോഡി ഓഫ് സോൾട്ട് വാട്ടർ. ഇത് കുറേ തവണ പല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ലാർജ് ബോഡി ഓഫ് സോൾട്ട് വാട്ടർ ആണ്. ഉപ്പുവെള്ളത്തിന്റെ ഒരു വലിയ ബോഡിയാണ് അല്ലെ. ഉപ്പുവെള്ളം ഇങ്ങനെ ഒരു ഉപ്പുവെള്ളം ഇങ്ങനെ സംഭരണി പോലെ കളക്ട് ചെയ്തേക്കുന്നതാണ്. ദാറ്റ് കളക്ട്സ് ആൻഡ് സ്റ്റോർസ് സോളാർ എനർജി. അതായത് സോളാർ എനർജി സ്റ്റോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോൾട്ട് വാട്ടറിന്റെ ഒരു ലാർജ് ബോഡിയാണ്. അതായത് സെല്ലില് ഇത് കളക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് സോൾട്ട് വാട്ടറിൽ എന്ത് ചെയ്യാം? ഈ സോളാർ എനർജി കളക്ട് ചെയ്യാം. ഇറ്റ് സ്റ്റോർസ് സോളാർ തെർമൽ എനർജി ബൈ ക്രിയേറ്റിംഗ് സോൾട്ട് ഗ്രേഡിയന്റ്. അതായത് ഈ ഉപ്പിന്റെ വ്യത്യാസം ഉണ്ടല്ലോ, ഈ സോൾട്ട് ഗ്രേഡിയന്റ്, ഇത് കാരണം ഈ സോളാർ തെർമൽ എനർജി എന്താവും? സ്റ്റോർ ആവും. അതിന്റെ ഒരു ഡയഗ്രം ഉണ്ട്. ഞാനത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തതിന് കാണാൻ പറ്റും. അതായത് ഈ ഉപ്പ് വെള്ളത്തിനകത്ത് നമ്മൾ സോളാർ എനർജി കറക്റ്റ് ആയിട്ട് ട്രാപ്പായി കിടക്കും. അതായത് ഉപ്പിന്റെ ഗ്രേഡിയന്റ് തന്നെ വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസം വെച്ചിട്ടാണ് ഈ സോളാർ എനർജി അവിടെ ട്രാപ്പ് ആകുന്നത്. അപ്പൊ ഈ സോളാർ എനർജി നമുക്ക് ഒരു സെല്ലിൽ എങ്ങനെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതുപോലെ നമുക്ക് ഈ വലിയ ലാർജ് ബോഡി ഓഫ് സോൾട്ട് വാട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സോളാർ എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതായത് നമ്മൾ സെല്ലിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പ് വെള്ളത്തിന്റെ വലിയ സംഭരണികളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സോളാർ എനർജി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഘടകം ഏതാണെന്ന് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോൾട്ട് ഗ്രേഡിയന്റ് ആണ്. ആ ഉപ്പ് ഉണ്ടാക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ, ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ആ വ്യത്യാസമാണ് സോളാർ തെർമൽ എനർജിയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോളാർ പോണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോളാർ പോണ്ട് സോളാർ എനർജി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സെല്ലിൽ എങ്ങനെയാണോ സോളാർ എനർജി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് സോളാർ പോണ്ട് എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇവിടെ തെർമൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സോൾട്ട് ഗ്രേഡിയന്റ് ആണ്. ഈ ഉപ്പുവെള്ളത്തിന്റെ വ്യത്യാസമാണ് ഈ പറയുന്ന സോളാർ എനർജിയെ എന്ത് ചെയ്യുന്നത്? ട്രാപ്പ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞാനിപ്പോ ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ രണ്ട് പോയിന്റുകൾ, ഒന്ന് സോളാർ പോണ്ട് എന്തിനാണെന്നും സോളാർ പോണ്ടിൽ എങ്ങനെയാണ് ആ സോളാർ എനർജി സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി സോളാർ പാർക്ക് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. ടു ബിൽഡ് എ നമ്പർ ഓഫ് സോളാർ പാർക്സ്
ഈച്ച് വിത്ത് ദ കപ്പാസിറ്റി ഓഫ് നിയർലി 500 മെഗാവോട്ട് അക്രോസ് സെവറൽ സ്റ്റേറ്റ്. പല സ്റ്റേറ്റുകളിലായിട്ട് 500 മെഗാവോട്ട് വരെ കപ്പാസിറ്റി ഉള്ള സോളാർ പാർക്കുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു സ്കീമായിരുന്നു. അതിനെയാണ് സോളാർ പാർക്ക് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പല സ്റ്റേറ്റുകളിലായിട്ട്, അപ്പൊ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഉൽപാദനം, സോളാർ എനർജിയുടെ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത്. അപ്പൊ 500 മെഗാവോട്ട് ഓരോരോ സ്റ്റേറ്റിലും ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എനർജി എന്താണ് ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ പാകത്തിന് സോളാർ എനർജി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ് സോളാർ പാർക്ക് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിപ്പം ഞാൻ ഈ പറഞ്ഞ നമ്മളിപ്പോ ഇവിടെയൊക്കെ കാണുന്ന സ്കീമാണ് റൂഫ് ടോപ്പ് സോളാർ സ്കീം. അതായത് റൂഫ് ടോപ്പിൽ സോളാർ സെല്ല് വെക്കുന്നത്. മേജർ ഇനീഷ്യേറ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, KSPBയുടെ ഭാഗത്തു നിന്നൊക്കെ അതിന് ഇനീഷ്യേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞത്. ടു പ്രൊമോട്ട് ഇക്കോളജിക്കലി സസ്റ്റൈനബിൾ ഗ്രോത്ത് വൈൽ അഡ്രസിംഗ് ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി ചലഞ്ച്. അതായത് റൂഫ് ടോപ്പിൽ സോളാർ എനർജി വെക്കുക എന്നുള്ളത് എന്താണ്, നമുക്ക് ഇക്കോളജിക്കലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ എനർജി നീഡ് അല്ലെ, എന്തായാലും നമുക്ക് ഡെവലപ്മെന്റിന് എനർജി വേണം. അപ്പോൾ ആ എനർജി എന്തുകൊണ്ട് സസ്റ്റൈനബിൾ ഇക്കോളജിക്കലി സസ്റ്റൈനബിൾ ആയിക്കൂടാ എന്നുള്ള ആശയത്തിന് പുറത്താണ് റൂഫ് ടോപ്പ് സോളാർ സ്കീം ഒക്കെ കൂടുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ വിവിധ സ്റ്റേറ്റ് ഗവൺമെന്റുകളും സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ സോളാർ പാർക്ക് സ്കീം എന്ന് പറയുന്നത് കുറച്ചും കൂടി ലാർജ് സ്കെയിലുള്ളതാണ്. ഈ റൂഫ് ടോപ്പ് സോളാർ സ്കീം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കമ്പനികൾക്ക്, വീടുകൾക്ക്, അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, സ്കൂളുകൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഓരോരോ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഓരോരോ വീടിന്റെയും ആവശ്യങ്ങൾക്ക് അവരുടെ എനർജി ആവശ്യങ്ങൾക്ക് ഈ സോളാർ വെക്കുവാണെങ്കിൽ അത്രയും എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് നോൺ റിന്യൂവബിൾ റിസോഴ്സിൽ നിന്ന് എനർജി എടുക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് സൃഷ്ടി സ്കീം, സസ്റ്റൈനബിൾ റൂഫ് ടോപ്പ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സോളാർ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് സൃഷ്ടി സ്കീം. സ്കീം ടു പ്രൊമോട്ട് റൂഫ് ടോപ്പ് സോളാർ പവർ പ്രോജക്ട്സ് ഇൻ ഇന്ത്യ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഇന്ത്യയിൽ റൂഫ് ടോപ്പ് സോളാർ പവർ പ്രോജക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീം ഏതാണെന്ന് ഓപ്ഷനിൽ സൃഷ്ടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ 8 പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിനകത്ത് ഒരു പ്ലാൻ എന്തായിരുന്നു, നാഷണൽ സോളാർ മിഷൻ ആണ്. ഓക്കെ, അപ്പൊ NAPCC പറഞ്ഞു കഴിഞ്ഞപ്പോ 8 മിഷനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എന്താണ്, നാഷണൽ സോളാർ മിഷൻ ആണ്. വൺ ഓഫ് ദി 8 മിഷൻ സെറ്റപ്പ് ബൈ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. NAPCCക്ക് 8 മിഷനുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു മിഷൻ എന്താണ്, നാഷണൽ സോളാർ മിഷൻ ആണ്. അത് റിലീസ് ചെയ്തത് 30 ജൂൺ 2008 ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചേക്കാട്ടോ. അപ്പൊ ഇതിനകത്ത് ഫാക്ടുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിലും അതുപോലെ തന്നെ പിന്നെ ഹയർ എഡ്യൂക്കേഷനിലും ഫാക്ടുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഫാക്ടുകൾ, ഡേറ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഒരു തവണ ചോദിച്ചത് ഏത് പ്രധാനമന്ത്രി ആയിരുന്നു അത് സൈൻ ചെയ്തപ്പോ എന്നുള്ളതായിരുന്നു. സോളാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഓർക്കുന്നില്ല. അപ്പൊ അത് ആരായിരുന്നു അതിൽ സൈൻ ചെയ്തതെന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഏത് പ്രൈം മിനിസ്റ്റർ ആണ്, പ്രൈം മിനിസ്റ്ററിന്റെ പേരായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഫുൾ ഫോം നോക്കി വെക്കണം. ഫുൾ ഫോം ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ICTയില്. പിന്നെ ICTയിലാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ ഫുൾ ഫോം ചോദിക്കുന്ന ഒരു ട്രെൻഡ് കൂടുതലും ICTയിലാണ് കണ്ടിട്ടുള്ളത്. ചില സമയത്ത് റിസർച്ചിലും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ ഇത് റിലീസ് ചെയ്തത്, ഈ നാഷണൽ സോളാർ മിഷൻ റിലീസ് ചെയ്തത് 30th ജൂൺ 2008 ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അപ്പൊ ഇതിന്റെയൊക്കെ ടാർഗറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. 40,000 മെഗാവാട്ട് ഓഫ് റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്ട് ബൈ 2022 ഇൻ കൺട്രി. അതായത് 40,000 മെഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു 2022 ആകുമ്പോഴത്തേക്കും. ഓക്കെ, ഗവൺമെന്റ് സ്റ്റെപ്ഡ് അപ്പ് ഇൻ India solar power capacity target under Jawaharlal Nehru National Solar Mission by 5 times. അതായത് ഇത് 5 ഇരട്ടി അതിനെ കൂട്ടി എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ അനുസരിച്ച്. ഓക്കെ, ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ISA ആണ്. ഫ്രാങ്കോയിസ് ഹോളൻഡ് ഓഫ് ഫ്രാൻസ്, ഇതായിരുന്നു ചോദിച്ചത്, ആരാണ് അതിൽ സൈൻ ചെയ്തതെന്ന്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് ഈ ഏരിയയിൽ നിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സോളാർ എനർജി റിലേറ്റഡ് ആയിട്ട് ഒരു പോയിന്റ് പോലും മിസ് ചെയ്ത്, സോളാർ എനർജി നമ്മൾ ഇപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എനർജി റിസോഴ്സ് സോളാർ എനർജി ആയതുകൊണ്ടായിരിക്കണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ പഠിക്കാം. അപ്പൊ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA
ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA. ഇവിടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഒരുപാട് പരന്ന് പഠിക്കേണ്ട, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്നുള്ളത് പറയാം. അപ്പൊ എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് ആദ്യം നോക്കാം. ഇതൊരു ട്രീറ്റി ബേസ്ഡ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അതായത് പല ഗവൺമെന്റുകൾ ചേർന്ന് അല്ലെങ്കിൽ പല രാജ്യങ്ങൾ ചേർന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇത് ലോഞ്ച് ചെയ്തത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അതായത് ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. 2015 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെ ഏതെങ്കിലും രാജ്യം കൂടി ഇതുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പം ഏതാണ് ആ രാജ്യം എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫോമർ പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹോളണ്ട് ഓഫ് ഫ്രാൻസ്. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് ISA ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും ആണ്. അപ്പൊ ആ സമയത്ത് ആരാണ് ഈ അലയൻസിൽ ഒപ്പിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഫ്രാങ്കോയിസ് ഹോളണ്ടും ആണ് സൈൻ ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നതെന്നും ആ രാജ്യങ്ങളിലെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സൈൻ ചെയ്ത രണ്ടാളുകളുടെ പേരും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇത് എവിടെ വെച്ചാണ് ലോഞ്ച് ചെയ്തതെന്ന് ഇമ്പോർട്ടന്റ് ആണ്. UNCCC, യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷനിലാണ് ഇത് സൈൻ ചെയ്തത്. പാരീസിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത്. എന്നാണ് സൈൻ ചെയ്തതെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഈ November 30, 2015. ഓക്കെ, അപ്പോ ഇത് UNCCCയുടെ ഏത് COP എന്നാണ്. COP എന്ന് പറയുന്നത് ഏത് മീറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ COP 21 ആണിത്. ഓക്കെ, അപ്പൊ അതായത് ഓരോരോ മീറ്റിംഗ്, അതായത് UNCCCയുടെ കുറെ മീറ്റിങ്ങുകൾ ഉണ്ട്. അതിൽ എത്രാമത്തെ മീറ്റിംഗിലാണ് ഇത് സൈൻ ചെയ്തതെന്നാണ്. അപ്പൊ COP 21 അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി നിങ്ങൾ നോക്കേണ്ടത്. രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ഫ്രാൻസും. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹോളണ്ട്. UNCCയുടെ പാരീസിലാണ് ഇത് ലോഞ്ച് ചെയ്തത് November 30, 2015. എത്രാമത്തെ മീറ്റിംഗിലായിരുന്നു? COP 21 ഇത് സൈൻ ചെയ്തത് എന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഇതെന്താണെന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. കോപ്പറേഷൻ അമംഗ് സോളാർ റിസോഴ്സ് റിച്ച് കൺട്രീസ് ടു സപ്പോർട്ട് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ടു സപ്പോർട്ട് ഇൻക്രീസിംഗ് യൂസ് ഓഫ് സോളാർ എനർജി. അതായത് സോളാർ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ ഗ്ലോബലി മറ്റ് കമ്മ്യൂണിറ്റികളെ സപ്പോർട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഇൻക്രീസിംഗ് ദ യൂസ് ഓഫ് സോളാർ എനർജി. സോളാർ എനർജിയുടെ ഉപയോഗം കൂട്ടാൻ വേണ്ടിയിട്ട് സോളാർ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൺഷൈൻ കൺട്രീസ് എന്ന് പറഞ്ഞത്, അതായത് ഇക്വേറ്ററിന് മുകളിലുള്ള രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സൺറൈസ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇക്വേറ്ററിന്റെ താഴത്തേക്കുള്ളത് നോക്കുമ്പോൾ സദേൺ ഹെമിസ്ഫിയർ ആണ് അല്ലെ. സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ പൊതുവെ ഇപ്പൊ അന്റാർട്ടിക്കൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതായത് നമ്മൾ ഗ്ലോബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേറ്ററിന്റെ മുകളിലുള്ള രാജ്യങ്ങളും കൺവെൻഷൻ അത് തന്നെ, അതായത് 21ാമത്തെ, അതായത് ഇവർ ഓരോരോ കൺവെൻഷൻ നടത്തും. അതായത് ഈ ഓരോ കൺവെൻഷൻ, അതായത് ഈ UNCCയുടെ കൺവെൻഷൻ 1, കൺവെൻഷൻ 2, അത് അവർ മീറ്റ് ചെയ്യുന്നതിന്റെയാണ് ആ നമ്പർ ആണത്. അപ്പൊ ആ നമ്പർ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇക്വേറ്ററിന്റെ മുകളിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മുകളിലുള്ള ഭൂഖണ്ഡം അല്ലെ, കോണ്ടിനെന്റ്. അപ്പൊ ഈ കോണ്ടിനെന്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് സൺഷൈൻ കൺട്രീസ് എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ എന്ത് തന്നെയാണ്? സൺഷൈൻ കൺട്രീസ് ആണ്. നമ്മൾ താഴത്തെ ഇക്വേറ്ററിന്റെ താഴത്തേക്ക് വരുമ്പോൾ അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള ഭൂഖണ്ഡങ്ങളൊക്കെ എവിടെയാണ് വരിക? സദേൺ ഹെമിസ്ഫിയറിലാണ് വരിക. അതായത് ഇക്വേറ്ററിന്റെ താഴെയാണ് വരിക. അവർക്ക് എന്തില്ല? സൺ എക്സ്പോഷർ കുറവാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സോളാർ റിച്ച് കൺട്രീസ് എന്ന് പറയുമ്പോൾ സോളാർ എനർജിയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ചില രാജ്യങ്ങളുണ്ട്. അപ്പം എല്ലാ സൺഷൈൻ കൺട്രീസും സോളാർ എനർജി വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങൾ ഗ്ലോബലി മറ്റ് രാജ്യങ്ങളുടെ സോളാർ എനർജി റിസോഴ്സുകളെ എന്ത് ചെയ്യുക? അതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അത് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുക. അതായത് ഓൾറെഡി സോളാർ റിസോഴ്സ് റിച്ച് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്, ഡൗട്ട് എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഇക്വേറ്ററിന്റെ അടിയിലേക്കും സൺഷൈൻ ഉണ്ടാവില്ല, അതായത് ഒരു 6 മാസക്കാലം കഴിഞ്ഞാല്. പക്ഷേ അത് പൊതുവെ നമ്മൾ പറയാ ഇക്വേറ്ററിന്റെ മുകളിലേക്കുള്ള രാജ്യങ്ങൾക്കാണ് അത് അതിന്റെ ടിൽറ്റാണത്. ടിൽറ്റിനനുസരിച്ചിട്ടാണ് അത് ചേഞ്ച് വരുന്നത്. പക്ഷെ ഒരു 90% സൺറൈസും എപ്പോഴും ഇക്വേറ്ററിന്റെ മുകളിലുള്ള പ്രദേശത്തിനാണ് കിട്ടുന്നത്.
അതുകൊണ്ടാണ് ആ ഇക്വേറ്ററിന്റെ മുകളിലുള്ളത് എന്താണ് സൺഷൈൻ ആയിട്ടുള്ളതും മറ്റേത്. അതുകൊണ്ടാണല്ലോ അന്റാർട്ടിക്ക, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലെ ഐസ് മുഴുവൻ ഉരുകി പോയില്ലേ അത്രയും സൺഷൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ആ ടിൽറ്റിൽ ചെറിയ വ്യത്യാസം വരും. ശരിയാണ്, ടിൽറ്റ് ചെയ്ത സമയത്ത് ഡിഫറൻസ് കാണും. പക്ഷെ എന്നാൽ പോലും എന്താണ് ഇത്രയധികം സൺഷൈൻ എക്സ്പോഷർ കിട്ടുന്ന ഇത് ഈ ഇക്വേറ്ററിന്റെ മുകളിലുള്ളതിനാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് നോക്കാം. ISAയുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ISAയുടെ ഒരു ഒബ്ജക്റ്റീവ് നമ്മളിപ്പോ കണ്ടു, അതായത് സോളാർ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെ, സോളാർ എനർജി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടു ഫോഴ്സ് ഡൗൺ പ്രൈസസ് ബൈ ഡ്രൈവിംഗ് ഡിമാൻഡ് ടു ബ്രിങ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻ സോളാർ ടെക്നോളജി ആൻഡ് ടു ഫോസ്റ്റർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകളും ഒക്കെ എന്താണ് ത്വരിതപ്പെടുന്നത്, ഫോസ്റ്റർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുക. പിന്നെ ടു ബ്രിങ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻ സോളാർ ടെക്നോളജിയിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടുവരിക. പിന്നെ ഫോഴ്സ് ഡൗൺ പ്രൈസസ്, അതായത് ഇതിന്റെ എന്താണ് പ്രൈസസ് എന്ത് ചെയ്യുക, ഫോഴ്സ് ഡൗൺ ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. ബൈ ഡ്രൈവിംഗ് ഡിമാൻഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഡിമാൻഡ് കൂടുമ്പോൾ സാധാരണ പ്രൈസ് കൂടുന്നാണ് പറയുക എക്കണോമിക്സിൽ. യെസ്, ഓക്കെ. ഇനി ഇവിടെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പ്രൈം മിനിസ്റ്റർ കോയിൻ ദ ന്യൂ ടേംസ് ഓഫ് സൂര്യപുത്ര ഫോർ ഓൾ ദി നേഷൻസ് വിച്ച് ഫോൾ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വിച്ച് ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ജോയിൻ ദി അലയൻസ്. അതായത് ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ക്യാൻസറിനും ഇടയിലുള്ള രാജ്യങ്ങളെ സൂര്യപുത്ര എന്നാണ് പ്രൈം മിനിസ്റ്റർ വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടേമുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സൂര്യപുത്ര എന്നാണ് പ്രധാനമന്ത്രി വിളിച്ചത്. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ കിടക്കുന്ന രാജ്യങ്ങളെ സൂര്യപുത്ര എന്ന് വിളിച്ചു. ആൻഡ് അവരെ ഇൻവൈറ്റ് ചെയ്തു ഈ അലയൻസിലേക്ക്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുന്നത്, സോളാർ എക്സ്പോഷർ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളെ സൂര്യപുത്ര എന്നും, അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, കൂടുതൽ ഈ സോളാർ എനർജിയിലേക്ക് അവര് ഫോക്കസ് ചെയ്യണം എന്നും ആഹ്വാനം ചെയ്തു. അതാണ് അവിടെ സൂര്യപുത്ര എന്നുള്ള ടേം ഇമ്പോർട്ടന്റ് ആണ്. ദി അതർ ടേം യൂസ്ഡ് ഫോർ ദിസ് കൺട്രീസ് ഇസ് സൺഷൈൻ കൺട്രീസ്. അപ്പൊ സൂര്യപുത്ര സൺഷൈൻ കൺട്രീസ് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. സ്പെസിഫിക്കലി ഇക്വേറ്ററിന് മുകളിലുള്ളത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും. അത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറും കാപ്രിക്കോണും നിങ്ങൾക്ക് അറിയായിരിക്കും, ഭൂമിയെ എങ്ങനെ അല്ലെ ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡിലും, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് കട്ട് ചെയ്യുന്ന രേഖകളാണ് അല്ലെ. നിങ്ങൾ ഗ്ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വൈസ്, അതായത് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും കട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ സൂര്യപുത്ര എന്നുള്ള ടേമും സൺഷൈൻ കൺട്രീസ് എന്നുള്ള ടേമും ഒന്ന് ഓർത്തിരിക്കുക. പ്രധാനമന്ത്രി വിളിച്ച പേരാണെന്നുള്ളത് ഓർക്കാം. ഓക്കെ, ഇന്ത്യൻ എനർജി സെക്യൂരിറ്റി സെനേറിയോസ് 2047, IESS 2047 calculator which has been launched by India to explore the potential of future energy scenario for India. അതായത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ ആണ്, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റിംഗ് സംവിധാനമാണിത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്ലോർ ദി പൊട്ടൻഷ്യൽ ഓഫ് ഫ്യൂച്ചർ എനർജി സെനേറിയോ ഫോർ ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഫ്യൂച്ചർ എനർജി സെനേറിയോ എത്രയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്ന് നമുക്ക് ഇപ്പൊ തന്നെ കാൽക്കുലേറ്റ്. അതുകൊണ്ടാണ് 2047 എന്ന് കൊടുത്തേക്കുന്നത്. അതായത് 2047 ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 2047 ഇന്ത്യയുടെ എനർജി സെനേറിയോ എന്തായിരിക്കും എന്ന് നമുക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യ എനർജി സെക്യൂരിറ്റി സെനേറിയോ 2047 എന്ന് പറയുന്നത്. ഇൻ 2018 the original framework agreement on establishment of International Solar Alliance was amended to extend the scope of its membership to all members of United Nations. അതായത് 2018 ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി, ഒരു അമെൻമെന്റ് വരുത്തി, ഒരു ഭേദഗതി വരുത്തി. അതായത് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എല്ലാ UN മെമ്പേഴ്സിനും മെമ്പർഷിപ്പ് എടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് അതിന്റെ എന്താണ് ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയതാണ്. മറ്റേത് സൺഷൈൻ കൺട്രീസ് അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾ മാത്രമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ 2018 അവർ ചേഞ്ച് വരുത്തി. UN അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും എന്താണ് ഇതിൽ അംഗങ്ങളാവാം എന്നുള്ള രീതിയിൽ അത് ചേഞ്ച് വരുത്തി. 2018 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട് 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ഗൂർഗോണിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ഗൂർഗോണിലാണ്. ഇറ്റ് ഈസ് ആൻ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് Ministry of New
ആൻഡ് റിന്യൂവബിൾ എനർജി, അതൊരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സോളാർ എനർജി. സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പ് ബോഡിയാണ് അപ്പെക്സ് ബോഡി എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ബോഡിയാണ്. സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട റിസർച്ച് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു അപ്പർ ബോഡിയാണ് എന്ത് നൈസ് എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ഗുർഗോൺ. അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് സോളാർ എനർജി. അപ്പൊ സോളാർ എനർജിയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, കാരണം സോളാർ എനർജി റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഏരിയ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കാം. വിൻഡ് എനർജിയാണ്. വിൻഡ് എനർജി എന്ന് പറയുന്നത് കാറ്റിന്റെ വേഗതയാണ് അവിടെ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അല്ലെ. അപ്പൊ ഈ നമ്മുടെ വിൻഡ് ഫാമില് വലിയ വലിയ ഇത് സ്ഥാപിക്കും അല്ലെ. നമ്മള് വിൻഡ് ഫാമില് ഈ പറയുന്ന വലിയ അല്ലെ ഒരു വലിയ ഫാൻ ഉണ്ടല്ലോ, ഫാൻ പോലത്തെ ഒരു സംഭവം. അതായത് ആ ഫാൻ കറങ്ങുമ്പോ അതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. അതായത് മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതായത് മൂവ് ചെയ്യുന്ന വെള്ളത്തിന് ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെ, അതിന് എനർജി ഉണ്ട്, അതാണ് കൈനറ്റിക് എനർജി. നിങ്ങൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ബോഡി ഹൈറ്റിലിരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അത് തന്നെ കാറ്റാടി യന്ത്രം. യെസ്, ഐ വാസ് സെർച്ചിങ് ഫോർ ദാറ്റ് വേർഡ്. അത് തന്നെ. അപ്പൊ ഒരു ബോഡി അതാണ് നമ്മൾ ഇപ്പം ഒരു സംഭവം ഉയരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി അത് ഒഴുകുവാണെങ്കിൽ, അത് മൂവ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഇവിടെ വിൻഡിൽ നിന്ന് കൈനറ്റിക് എനർജി വഴിയാണ് ഇവിടെ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. വിൻഡ് മിൽ. യെസ്, വിൻഡ് മില്ലാണ് കറക്റ്റ് വേർഡ്. യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ കാറ്റിന്റെ വേഗതക്കനുസരിച്ചിട്ട് ഈ വിൻഡ് മില്ല് അതിന്റെ പങ്കയുണ്ടല്ലോ, അതിനൊരു വലിയ പങ്കുണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും വിൻഡ് മില്ല് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ആ ഒരു ലീഫ് ഭയങ്കര വലുതാണ്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അത് ചെറുതാണെന്ന് വിചാരിക്കും, അതിന്റെ അടുത്തെത്തുമ്പോഴാണ് അത്രയും വലിയ ലീഫാണ് അല്ലെ. അപ്പൊ ഈ കാറ്റിന്റെ വേഗതയിൽ ഈ ലീഫ് ഇങ്ങനെ കറങ്ങും. ഇത് കറങ്ങുമ്പോൾ ആ ടർബൈന് കറങ്ങിയിട്ട് അതിൽ നിന്നാണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ വെള്ളം ഈ ടർബൈനിലേക്ക് വീണിട്ട് അല്ലെ, നമ്മൾ ഈ ഡാമിൽ എങ്ങനെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്, വെള്ളം ശക്തിയായിട്ട് ഈ ടർബൈനിലേക്ക് വീഴുമ്പോൾ ടർബൈൻ കറങ്ങിയിട്ടാണ് അവിടെ എനർജി ഉണ്ടാവുന്നത് അല്ലെ. അതാണ് നമ്മൾ സാധാരണ വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ. വെള്ളം ഇങ്ങനെ ഈ ടർബൈനിലേക്ക് വീഴുന്നതിന് പകരം ഇവിടെ കാറ്റടിക്കുന്ന സമയത്ത് ഈ ഫാൻ കറങ്ങുന്നു. ഈ ഫാൻ കറങ്ങുമ്പോൾ ടർബൈൻ കറങ്ങുന്നു. ആ ഫാനിന്റെ അവിടെയാണ് ടർബൈൻ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ടർബൈൻ കറങ്ങുമ്പോൾ എന്തുണ്ടാവുന്നു, എനർജി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതാണ് വിൻഡ് എനർജിയിൽ സംഭവിക്കുന്നത്. ഇപ്പൊ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ദ മൂവ്മെന്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ, അതായത് അറ്റ്മോസ്ഫിയറിലെ എയർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഓർക്കാം. വിൻഡ് ടർബൈൻസ് ട്രാൻസ്ഫോം ദി എനർജി ഇൻ വിൻഡ് ഇൻടു മെക്കാനിക്കൽ പവർ, അതായത് വിൻഡിൽ നിന്നുള്ള എനർജി അതിനെ മെക്കാനിക്കൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് പിന്നീട് എന്താകുന്നു, ഇലക്ട്രിക് പവർ ആയിട്ട് കൺവേർട്ടിംഗ് ടു ഇലക്ട്രിക് പവർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അല്ലെ. അപ്പൊ അതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിൻഡ് ഫാം ആണ്. ഇത് ഫാം ആയിട്ടാണ് അല്ലെ, ഒറ്റ എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് ഒത്തിരി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത്രയും ഇഫക്റ്റീവ് ആയിട്ട് അവിടെ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് ഓഫ് വിൻഡ് ടർബൈൻസ്, ഇതേപോലെ ഒരുപാട് വിൻഡ് ടർബൈനുകൾ ചേരുന്ന ആ ഒരു സംഭവത്തിനാണ് നമ്മൾ വിൻഡ് ഫാം എന്ന് പറയാം. ഓക്കെ, ഇൻ ദ സെയിം ലൊക്കേഷൻ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് വിൻഡ് ടർബൈനുകൾ ഗ്രൂപ്പായിട്ട് വെച്ചേക്കുന്ന ഒരു ഏരിയക്കാണ് നമ്മൾ വിൻഡ് ഫാം എന്ന് പറയുന്നത്. വിൻഡ് എനർജി ഫാം നീഡ്സ് എ വിൻഡ് സ്പീഡ് ഓഫ് 15 km/h, അതായത് മണിക്കൂറിൽ 15 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ, വിൻഡ് എനർജിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ തമിഴ്നാടാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി. അപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും ഒന്നും വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളല്ല. പിന്നെ മുപ്പന്തൽ വിൻഡ് ഫാം ആണ് ലാർജസ്റ്റ് വിൻഡ് പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ. അവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1500 മെഗാവാട്ട് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. ഓക്കെ, ഇനി വേറെ കുറച്ച് ഫാക്ടുകളാണ്. നെതർലാൻഡ് ആണ് ദ ലാൻഡ് ഓഫ് വിൻഡ് മിൽസ് എന്നറിയപ്പെടുന്നത്. വിൻഡ് മില്ലുകളുടെ രാജ്യം എന്നറിയപ്പെടുന്നത് നെതർലാൻഡ്സ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തമിഴ്നാടാണെന്നുള്ളത് ഓർക്കാം. ഓക്കെ, വിൻഡ് ഫാം ക്യാൻ ബി ലൊക്കേറ്റഡ് ഓൺ ഷോർ ആൻഡ് ഓഫ് ഷോർ. അതായത് ഓൺ ഷോർ വിൻഡ് ഫാം എന്ന് പറയുന്നത് ഓപ്പറേറ്റഡ് ഓൺ ലാൻഡ് ആണ്. ഓക്കെ, അതായത്
അതായത് എന്താണ് ലാൻഡിൽ നമ്മൾ വെച്ചിട്ടുള്ള വിൻഡ് ഫാമുകളെയാണ് ഓൺ ഷോർ എന്ന് പറയാം. വേർ വിൻഡ് ടെൻസ് ടു ബി ദ സ്ട്രോങ്സ്റ്റ്. അതായത് ലാൻഡിലുള്ള വിൻഡ് ആയിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വിൻഡ് ഫാമുകളെയാണ് നമ്മൾ ഓൺ ഷോർ എന്ന് പറയാം. അപ്പൊ ടർബൈൻസ് ഓഫ് ഓൺ ഷോർ വിൻഡ് ഫാംസ് ആർ ലെസ് എക്സ്പെൻസീവ് ആൻഡ് ഈസിയർ ടു സെറ്റപ്പ്. കാരണം അത് എവിടെയാണ് നമ്മൾ വെക്കുന്നത്? ഭൂമിയിലാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് വലിയ എക്സ്പെൻസ് ഒന്നും ആവില്ല. ഓൺ ഷോർ വിൻഡ് ഫാമുകളുടെ ടർബൈൻ ഫിറ്റ് ചെയ്യാൻ അത്ര എമൗണ്ട് ഒന്നും ആവില്ല. അത് ഈസിയുമാണ് സെറ്റപ്പ് ചെയ്യാൻ. അത് ഓപ്പറേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് ഓഫ് ഷോറിലുള്ള. അതായത് നമ്മൾ ഭൂമിയിൽ അല്ലെ, നമ്മൾ ലാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിൻഡ് ഫാമുകളാണ് ഓൺ ഷോർ എന്ന് പറയാം. ഓക്കെ. അപ്പോ ഇത് നമ്മൾ കാറ്റ് ഏറ്റവും കൂടുതലുള്ളത് ലാൻഡിലുമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഇതിന്റെ ടർബൈനുകൾ എന്താണ് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ. അപ്പൊ ഓഫ് ഷോർ എന്താന്ന് നോക്കാം. ഓഫ് ഷോർ എന്ന് പറയുന്നത് വിൻഡ് ഫാംസ് ആർ കൺസ്ട്രക്ഷൻ ഓഫ് വിൻഡ് ഫാംസ് ഇൻ ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ. അതായത് വെള്ളത്തിൽ ഫിറ്റ് ചെയ്യുന്ന വിൻഡ് ഫാമുകളാണ് ഓഫ് ഷോർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇതിന്റെ ടർബൈന് ഫിക്സ് ചെയ്യുന്ന എവിടെയായിരിക്കും? വെള്ളത്തിലായിരിക്കും. അപ്പൊ ഓഫ് ഷോർ വിൻഡ് ഫാംസ് ആർ മോർ എക്സ്പെൻസീവ് ദാൻ ഓൺ ഷോർ വിൻഡ് ഫാംസ് ഓഫ് ദി സെയിം നോമിനൽ പവർ. അപ്പൊ അത് ഈ എന്താണ് ഇതിന്റെ ടർബൈനുകളൊക്കെ ഫിക്സ് ചെയ്യാൻ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഇക്കണോമിക്കൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഓൺഷോർ വിൻഡ് ഫാമുകളാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ രണ്ട് തരത്തിലുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്താണ്. ഇൻ കേസ് അടുത്ത തവണ അവർക്ക് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഏതാണ് ഓൺഷോർ ആണോ ഓഫ് ഷോർ ആണോ ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺഷോർ ആണ് എന്നുള്ളത് എഴുതാം. ഓക്കെ. ഇനി നേരത്തെ നമ്മൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി പറഞ്ഞ പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിൻഡ് എനർജി അത് ചെന്നൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി എവിടെയായിരുന്നു? ഗുർഗോണിലാണ്. ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിൻഡ് എനർജി എവിടെയാണ്? ചെന്നൈയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. പിന്നെ മറ്റ് എനർജി സോഴ്സുകളാണ്, ഇതെല്ലാം റിന്യൂവബിൾ ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സെക്കൻഡ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഹൈഡ്രോ ഇലക്ട്രിക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം അല്ലേ. പിന്നെ ജിയോ തെർമൽ എനർജി ജനറേറ്റഡ് ത്രൂ നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്സ്. ജിയോ തെർമൽ എന്ന് പറയുന്ന ഭൂമിക്ക് അടിയിൽ ചൂടുണ്ട്, ആ ചൂടിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതാണ്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജിയോ തെർമൽ എന്ന് പറയാം. ഓക്കെ. സോഴ്സ് ഓഫ് ഹീറ്റ് ഓഫ് ജിയോ തെർമൽ എനർജി ആർ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് അൺസ്റ്റേബിൾ എലമെന്റ്സ്, മാഗ്മ ആൻഡ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഇൻസൈഡ് ദി എർത്ത്. അല്ലെ, നമുക്കറിയാം ഭൂമിയുടെ ഉള്ളിൽ എന്താണ് നല്ല ഉരുകി കിടക്കുന്ന അല്ലെ മോൾട്ടൺ ആയിട്ടുള്ള എന്താണ് ദ്രാവക രൂപത്തിൽ അത്രയും ചൂടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ അതാണ് ഈ ലാവ ഒക്കെ അല്ലെ, നമ്മൾ വോൾക്കാനിക് എറപ്ഷനിൽ ഈ പുറത്തേക്ക് വരുന്നത് ഈ ലാവയാണ്. അപ്പൊ ഇതിനകത്ത് ചൂട് ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ് സ്പീഡ് കുറയ്ക്കണം. ഓക്കെ. അപ്പൊ ഈ ഭൂമിക്കുള്ളിലുള്ള ചൂട് അല്ലെ, ഈ മാഗ്മ തിളച്ചു കിടക്കുന്ന മാഗ്മ ആയതുകൊണ്ട് ഈ ഭൂമിക്കുള്ളിലുള്ള ചൂടിനെ നമുക്ക് എന്താണ് ഈ ചൂടിനെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നേരത്തെ നമ്മൾ നീരാവി പോലെ പറഞ്ഞില്ലേ, ടർബൈൻ കറങ്ങില്ലേ, ആ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭൂമിയുടെ ഉള്ളിലുള്ള ചൂട് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയാം. അപ്പൊ ഭൂമിക്കുള്ളിലുള്ള ചൂടിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് പറയും. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, അത് നമ്മൾ എന്താണ് അത് കുറയുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞത് റിന്യൂവബിൾ ആണെന്ന് പറയാൻ കാരണം അല്ലെ. അത് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ ഒന്നും ഇട്ട് കത്തിച്ചിട്ടുണ്ടാക്കുന്ന ചൂടല്ല, ഭൂമിയുടെ ഉള്ളിൽ ഈ ചൂട് സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ചൂട് നമുക്ക് എപ്പോഴും ട്രാപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് ഇത് നമുക്ക് എന്താണ് ഉപയോഗപ്പെടുത്താവുന്നതാണ്, അത് തീർന്നു പോകുന്നതല്ല. ഇതിന്റെ ഭൂമിയുടെ ഉള്ളിലുള്ള ചൂട് ഒരിക്കലും തീർന്നു പോകില്ല. അപ്പൊ നമ്മൾ ഈ ചൂട് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ ചൂട് നീരുറവ വരും അല്ലെ, ചൂടുള്ള നീരുറവ. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ടർബൈൻ കറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം. അതൊരിക്കലും തീർന്നു പോകുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ അത് റിന്യൂവബിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ബയോമാസ് ആണ്. സോളിഡ് ഫ്യൂവൽ ഹാവ് എ പൊട്ടൻഷ്യൽ ടു ഫോം. ബയോമാസുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താണ്, ഇപ്പൊ നമുക്ക് മരമാവാം അല്ലെ, കത്തിക്കുന്നത്, വിറക് കത്തിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കൗഡങ് ഒക്കെ നമുക്ക് ബയോമാസിൽ പറയാൻ പറ്റും. അതായത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ചാണക വറളി ഉണ്ടല്ലോ, അതൊക്കെ ബയോമാസിൽ നമുക്ക് പറയാവുന്നതാണ്. അതും ഈ പറയുന്ന പോലെ തീർന്നു പോകുന്നതല്ല അല്ലെ. ബയോമാസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ മാസ് ആണ് അല്ലെ. അതായത് ഒരു ബയോളജിക്കൽ ആയിട്ട് ഒരു സാധനത്തിന് ഉണ്ടാകുന്ന മാസ്, അത് നമുക്ക് എന്ത് ചെയ്യാം? എനർജി ഉൽപാദനത്തിന് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ എന്താണ് ഈ കാർബൺ ന്യൂട്രൽ എനർജി എന്ന് പറയുന്നത്? ഇവിടെ അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, കാർബൺ ന്യൂട്രൽ എനർജി എന്ന് പറയുന്നത്. അതെന്താണ്? കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത് എത്രത്തോളം കാർബൺ ആണോ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയത് അത്രത്തോളം കാർബൺ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും.
ഓക്കെ, അതായത് എത്രത്തോളം കാർബൺ ആണോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചത്, അത്രത്തോളം എന്താണ് കാർബൺ അത് കമ്പഷൻ നടക്കുമ്പോൾ കൺസ്യൂം ചെയ്യും. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം ഞാൻ. അതായത് ഇപ്പൊ ഒരു മരത്തിന്റെ തടി അല്ലെ, നിങ്ങളിപ്പോ ഒരു വിറക് കത്തിക്കുന്ന കേസ് പറയുകയാണെങ്കിൽ അത് കാർബൺ ന്യൂട്രൽ ആണെന്ന് ഞാൻ പറയും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിറക് കത്തിക്കുമ്പോൾ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് അത് പുറത്തേക്ക് വിടുന്നുണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഇത് മരമായിട്ട് ഇരിക്കുമ്പോൾ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ഫോട്ടോസിന്തസിസ് വഴി വലിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കാർബൺ ന്യൂട്രൽ ആയത്. മനസ്സിലായോ? അതായത് ഇത് വളരുന്ന സമയത്ത് അത്രയും കാർബൺ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, വലിച്ചെടുത്തിട്ടുണ്ട് പ്രകൃതിയിൽ നിന്ന്. പിന്നെ ഇത് കത്തിക്കുന്ന സമയത്ത് ഇത് കുറച്ച് കാർബൺ പുറത്തേക്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ. പക്ഷെ അത് ആ ഒരു മരം അത്രയും വലുതാവുന്നതിന്റെ കാലയളവിൽ അത്രയും കാർബൺ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പ്രകൃതിയിൽ അത്രയും കാർബൺ ഇത് വലിച്ചെടുത്തിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. അപ്പൊ ഇത് കത്തിക്കുന്ന സമയത്ത് അത് അത്രയും കാർബൺ പുറത്തേക്ക് പോകുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബയോമാസുകളൊക്കെ കാർബൺ ന്യൂട്രൽ ആയത്. കാർബൺ ന്യൂട്രൽ ആയ എനർജി റിസോഴ്സുകളാണ് നമുക്ക് വേണ്ടത്. എന്തുകൊണ്ടാണ് കാർബൺ ന്യൂട്രൽ ആവണം എന്ന് പറയുന്നത്? അതായത് ഒരു സാധനം എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അത് പുറത്തേക്ക് വിടുന്നില്ലെങ്കിൽ അതല്ലേ നല്ലത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറത്തേക്ക് വിടുന്ന ഇന്ധനങ്ങൾ നമുക്ക് നല്ലതല്ല. അപ്പൊ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് അത് പുറത്തേക്ക് വിടുന്നുണ്ടോ അതിന്റെ ഇരട്ടി അത് കാർബൺ ഡൈ ഓക്സൈഡ് അത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കാർബൺ ന്യൂട്രൽ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഫ്യൂവലുകളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബയോമാസ് നല്ലതാണ് അല്ലെങ്കിൽ ബയോമാസ് ഒരു കാർബൺ ന്യൂട്രൽ ഫ്യൂവൽ ആണെന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? അത് ഒന്നുകൂടെ പറയണമെങ്കിൽ അത് പറയാം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. ഓക്കെ. അതായത് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത് ഒരു വസ്തു, ഇപ്പൊ മരത്തിന്റെ കേസ് തന്നെ എടുക്കാം. അപ്പൊ ഒരു വിറക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ആ വിറക് ആയി വരുന്നതിന് മുന്നേ അതൊരു മരമായിരുന്നു അല്ലെ. അപ്പൊ ആ മരം എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ടുണ്ട് പ്രകൃതിയിലുള്ള. അപ്പൊ ഈ ഒരു വിറക് കത്തുമ്പോ അത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അത് വലിച്ചെടുത്തതിന്റെ എത്രയോ കുറവാണ്. അതുകൊണ്ടാണ് ഇത് കാർബൺ ന്യൂട്രൽ ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഏത് എനർജി റിസോഴ്സ് എടുക്കുമ്പോഴും കാർബൺ ന്യൂട്രൽ എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്, അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് പുറത്തേക്ക് വിടുകയുള്ളൂ, അത്രയും അത് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എത്രയോ കുറവ് അംശം മാത്രമാണ് അത് കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് കമ്പഷന്റെ സമയത്ത്, കമ്പഷൻ എന്ന് പറയുമ്പോൾ അത് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നത്, പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, കാർബൺ ന്യൂട്രൽ എന്നുള്ള ടേം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ബയോഫ്യൂവൽ ആണ്. നമ്മുടെ ഈ പെട്രോളും ഡീസലും ഒക്കെ ബയോഫ്യൂവൽ അല്ല. പക്ഷെ അതിന്റെ പകരമായിട്ട് നമുക്ക് ഇതിന് പകരക്കാരായിട്ട് ഉപയോഗിക്കുന്ന ഓർഗാനിക് മാറ്റർ മാത്രമുള്ള ചില ഫ്യൂവലുകൾ ഉണ്ട്. അതാണ് ബയോ എത്തനോൾ, ബയോ ഡീസൽ എന്ന് പറയുന്നത്. മറ്റേ ഡീസൽ എന്തല്ല, റിന്യൂവബിൾ അല്ല അല്ലെ. അത് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന പെട്രോളും ഡീസലും എന്തല്ല, റിന്യൂവബിൾ അല്ല. പക്ഷെ ബയോളജിക്കൽ ആയിട്ടുള്ള ഡീസലും ഈ പറയുന്ന പോലെ പെട്രോളും ഉണ്ട്. അതിനെയാണ് നമ്മൾ ബയോ ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് ബയോ എത്തനോളും ഉണ്ട്, ബയോ ഡീസലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നിങ്ങൾ ആ ബയോ എത്തനോൾ, ബയോ ഡീസൽ എന്നുള്ളത് ഓർക്കുക. അതായത് എനിക്ക് തോന്നുന്നത് ചില പ്ലാന്റുകൾ നമുക്ക് ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്താ, ഇതിനകത്ത് ഞാൻ ജാട്രോഫ, പൊങ്കാമിയ, ഇങ്ങനെയുള്ള ചില പ്ലാന്റുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂവല് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമ്മൾ ചില പ്ലാന്റുകളിൽ നിന്നൊക്കെ ഫ്യൂവല് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോ ഫ്യൂവൽ എന്ന് പറയാം. മറ്റേത് എങ്ങനെയാണ് പെട്രോളും ഡീസലൊക്കെ ഉണ്ടാവുന്നത്, നമ്മൾ കുറെ നാളുകളായിട്ട് ഈ പ്രകൃതിയിൽ ഉള്ള ചില ആനിമൽസ് ഒക്കെ ചത്തൊടുങ്ങി ഇത് റോക്കിന്റെ ഇടയിലായി ട്രാപ്പായി കിടന്നിട്ട് അതിനകത്തു നിന്നുള്ള ഫാറ്റും കാര്യങ്ങളും ഒക്കെ ഇതായിട്ടാണ് പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉണ്ടാവുന്നത് അല്ലെ. അത് നോൺ റിന്യൂവബിൾ ആണ്, റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും വർഷം എടുക്കും എന്തുണ്ടാവാൻ, പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉണ്ടാവാൻ. പക്ഷെ ഇവിടെ ബയോഫ്യൂവൽ എന്ന് പറയുന്നത് പ്ലാന്റുകളിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഡീസലും പെട്രോളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ബയോളജിക്കൽ ആയിട്ടുള്ള ഡീസൽ ആൻഡ് പെട്രോൾ. ഓക്കെ, അതാണ് ബയോഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. ക്രോപ്സ്. അതെ, ക്രോപ്സ് ആണ് മെയിൻ സോഴ്സ് ക്രോപ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് അതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും. ഓക്കെ, ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും ഉണ്ട്.
ബയോഫ്യൂവൽ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, അതുപോലെ തന്നെ ഫോർത്ത് ജനറേഷൻ, 2 കാറ്റഗറി അല്ല 4 കാറ്റഗറിയാണ്. ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ട്രഡീഷണൽ ബയോഫ്യൂവൽ എന്ന് പറയുന്നത് ഫുഡ് ക്രോപ്പുകളിൽ നിന്ന്, ഫുഡ് ക്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില ക്രോപ്പുകൾ, ജാട്രോഫ, പൊങ്കാമിയ, ഇതിൽ ഭയങ്കര കാർബൺ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ക്രോപ്പുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇന്ധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയാം. അപ്പൊ ജാട്രോഫ, പൊങ്കാമിയ ഇങ്ങനെയുള്ള ചില ഫുഡ് ക്രോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ക്രോപ്പുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് പെട്രോളും ഡീസലൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ട്രഡീഷണൽ ബയോഫ്യൂവൽ അതൊക്കെയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ജനറേഷൻ എന്താണ്? ജനറേറ്റഡ് ഫ്രം ലെഫ്റ്റ് ഓവർ ഫുഡ് ക്രോപ്സ്. അതായത് ഈ ബാക്കി വരുന്ന ഫുഡ് ക്രോപ്പിന്റെ അതിന്റെ അതിൽ നിന്നൊക്കെ ബാക്കി വരുന്ന, നമ്മളിപ്പം ചില ഫുഡ് ക്രോപ്പിന്റെ ഇതുണ്ടാവുമല്ലോ, അതിന്റെ ഫുഡ് ക്രോപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത്, ഇപ്പൊ നെല്ലാണെങ്കിൽ അതിന്റെ വൈക്കോല് പോലെ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് ഓവറിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഫ്യൂവൽ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂവൽ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ക്രോപ്പിൽ നിന്ന് നമ്മൾ നേരിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്, അതാണ് ഫസ്റ്റ് ജനറേഷൻ അഥവാ ട്രഡീഷണൽ ബയോഫ്യൂവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ് ക്രോപ്പിൽ നിന്നാണ് ഈ പറയുന്ന ബയോഫ്യൂവൽ ജനറേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂവൽ എന്ന് പറയാം. തേർഡ് ജനറേഷൻ എന്താണ്? കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റഡ് ഇസ് ഈക്വൽ ടു കാർബൺ ഡൈ ഓക്സൈഡ് സീക്വസ്ട്രേറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിച്ചത്? ഓക്കെ, അപ്പോൾ എമിറ്റ് ചെയ്തതും ഉപയോഗിച്ചതും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് കാർബൺ ന്യൂട്രൽ എന്ന് പറയാം. അപ്പൊ ഇത് കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ബയോഫ്യൂവലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഫുഡ് ക്രോപ്പിൽ നിന്ന് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഫ്യൂവലുകളാണ് ഫസ്റ്റ് ജനറേഷൻ അഥവാ ട്രഡീഷണൽ ബയോഫ്യൂവൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള, അതായത് ഫുഡ് ക്രോപ്പുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഫുഡ് ക്രോപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി വരുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഫ്യൂവലാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ജനറേഷൻ എന്താണ്? ചില മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കാർബൺ ന്യൂട്രൽ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, ഫോർത്ത് ജനറേഷൻ ബയോഫ്യൂവൽ എന്താണ്? മെയ്ഡ് ഫ്രം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ്? ബയോടെക്നോളജി, BT ഒക്കെ ഇല്ലേ? അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ചില ക്രോപ്പുകളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഫ്യൂവൽ ആണ് ഫോർത്ത് ജനറേഷൻ ബയോഫ്യൂവൽ എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്താണ്? കാർബൺ നെഗറ്റീവ് ആണ്. ഓക്കെ, കാർബൺ ന്യൂട്രൽ അല്ല. ഓക്കെ, കാർബൺ ന്യൂട്രൽ അല്ല. കാർബൺ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ കാർബൺ അത് പുറത്തേക്ക് വിടും. അപ്പൊ അത് നല്ലതല്ല. ഓക്കെ, കാർബൺ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് എത്ര കാർബൺ അത് വലിച്ചെടുത്തോ അതിനേക്കാൾ കൂടുതൽ കാർബൺ അത് എന്ത് ചെയ്യും? ഫ്യൂവൽ ആയിട്ട് പുറത്തേക്ക് കത്തുമ്പോൾ അത് പുറത്തേക്ക് വിടും. അപ്പൊ അത് നല്ലതല്ല. ഓക്കെ, നമുക്ക് എപ്പോഴും കാർബൺ ന്യൂട്രൽ ആണ് വേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ബയോ ഫ്യൂവൽ എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്ററിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂവൽ ആണ് ബയോ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, ബയോ എത്തനോളും ബയോ ഡീസലും ഒക്കെ നമുക്ക് പറയാം. അത് 4 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് ജനറേഷൻ അഥവാ ട്രഡീഷണൽ ബയോ ഫ്യൂവൽ എന്ന് പറയുന്നത് ഫുഡ് ക്രോപ്പിൽ നിന്ന് നേരിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നതോ ഫുഡ് ക്രോപ്പ് നമ്മൾ എടുത്തിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയാണ് സെക്കൻഡ് ജനറേഷൻ ബയോ ഫ്യൂവൽ എന്ന് പറയുന്നത്. തേർഡ് ജനറേഷൻ ബയോമാസ് അത് തന്നെ കത്തിക്കുന്നതാണ്. ഇത് ഫ്യൂവൽ ആക്കി മാറ്റുന്നതാണ്. മറ്റേത് സോളിഡ് ഫോമിലാണ്, ഇത് ലിക്വിഡ് ഫോമിലും കൂടെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ തേർഡ് ജനറേഷൻ ബയോഫ്യൂവൽ എന്ന് പറയുന്നത് കാർബൺ ന്യൂട്രൽ ആണ്. അതായത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അത് പുറത്തേക്ക് കളയുന്നത് അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ആ ഒരു ക്രോപ്പ് വളരുന്ന സമയത്ത് അത് അത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മൈക്രോ ഓർഗാനിസം ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കാം. നാലാമത്തെ എന്താണ്? ഫോർത്ത് ജനറേഷൻ ബയോഫ്യൂവൽ മെയ്ഡ് ഫ്രം ജനറ്റിക്കലി മോഡിഫൈഡ്, അതായത് ബയോടെക്നോളജിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകളിൽ നിന്നാണ്. ഇത് കാർബൺ നെഗറ്റീവ് ആണ്. ഇത് അത്ര നല്ലതല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. പിന്നെ ഷെയിൽ ഗ്യാസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഷെയിൽ ഗ്യാസ് എന്ന് പറയുന്നത് ഈ റോക്കുകളുടെ ഇടയിൽ, കല്ലിന്റെ ഇടയിലൊക്കെ ട്രാപ്പായി കിടക്കുന്ന ചില പെട്രോളിയം, നാച്ചുറൽ ഗ്യാസിന്റെ സംഭവമാണ്. അതായത് ഈ കല്ലുകൾക്കിടയിൽ പെട്രോളിയം ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്യാസ് ട്രാപ്പായി കിടക്കുന്നുണ്ടാവും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഷെയിൽ ഗ്യാസ് എന്ന് പറയാം. ഇതൊന്നും നമ്മൾ ഇന്ത്യയിലൊന്നും അത്ര നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യത കുറവാണ്. കാരണം നമ്മൾ ഉപയോഗപ്പെടുന്നില്ല. കാരണം കല്ലിന്റെ ഇടയ്ക്കൊക്കെ ഈ പെട്രോളിയം റിച്ച് ആയിട്ടുള്ള സോഴ്സുകൾ
ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഗ്യാസ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ റോക്ക് തുറന്നിട്ട് ആ ഗ്യാസ് എന്ത് ചെയ്യുന്നതാണ്, കളക്ട് ചെയ്യുന്നതാണ്. അതും ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാം. അതും ഈ പറയുന്ന പോലെ റിന്യൂവബിൾ ആണ്. കാരണം എന്താണ്, അത് തീർന്നു പോകുന്നില്ല, നമുക്ക് എത്ര വേണമെങ്കിലും അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഇന്ത്യയിൽ അത്രയും നമ്മളത് ട്രാപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ. പിന്നെ ബയോഗ്യാസുകൾ, പിന്നെ ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ് എർത്തിൽ അല്ലേ, അത് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഹൈഡ്രജൻ എന്താണ്, ഒരു എനർജി സോഴ്സ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രജനെ ഉപയോഗപ്പെടുത്താം. പക്ഷെ ഹൈഡ്രജനൊക്കെ നമ്മൾ ട്രാപ്പ് ചെയ്ത് എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ നമ്മൾ കൂടുതലും ഇതൊക്കെ അറ്റോമിക് ആയിട്ടുള്ള ഇതിലൊക്കെ നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ നമുക്ക് ഡെയിലി ആവശ്യങ്ങൾക്കൊന്നും ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അതൊക്കെ ഇന്ത്യയിൽ ഇതിനകത്തൊന്നും എന്താണ് അത്ര വലിയ വികസനം നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ നമുക്ക് ഒരു എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഓക്കെ. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു ആറ്റം, ആ ആറ്റത്തിലെ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ആറ്റം സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് എന്താവും, എനർജി റിലീസ് ആവും. ആ എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എനർജി റിലീസ് ആവും. അങ്ങനെ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി നമുക്ക് എന്ത് ചെയ്യാം, ട്രാപ്പ് ചെയ്യാം. ആ എനർജിയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതിനകത്ത് ചെറിയൊരു പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് മൊത്തത്തിൽ പ്രശ്നമാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് കുറെ ന്യൂക്ലിയർ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. 3 മൈൽസ്, ചെർണോബിൽ, ഫുക്കുഷിമ, ഇതൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള എന്താണ് ന്യൂക്ലിയർ ആക്സിഡൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു ചേംബറിലായിരിക്കും ഈ റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഇതിനകത്ത് യുറേനിയം പോലുള്ള എലമെന്റുകൾ വെച്ചിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ആറ്റത്തിനെ ബ്രേക്ക് ചെയ്യുന്നത്, ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ യുറേനിയം 236 ആണെന്ന് തോന്നുന്നുണ്ട്. യുറേനിയം 236 ഉപയോഗിച്ചിട്ടാണ് ഈ ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ, ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എനർജി കിട്ടും. ആ എനർജി നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ ഓരോ എനർജികൾ ട്രാപ്പ് ചെയ്യുന്നില്ല, അതേപോലെ നമുക്കിത് ഉപയോഗിക്കാം. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേമ്പറിന് എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആറ്റം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു എന്താണ്, നമ്മൾ ക്യാൻസർ ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അത്രയധികം എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്കത് എത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒരുപാട് ക്യാഷ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡും കൂടിയാണ് ന്യൂക്ലിയർ എനർജി എന്നുള്ളത് ഓർക്കാം. ഓക്കെ. ഇവിടെ കൺട്രോൾ റോഡായിട്ട് ഉപയോഗിക്കുന്നത് ബോറോൺ റോഡാണ്. ഇത് കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിന്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടല്ലോ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റോഡ് ഉണ്ട്. അതായത് ഇതങ്ങനെ അങ്ങനെ അൺകൺട്രോളബിൾ ആയിട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിതിപ്പോ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ഈ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യിപ്പിക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒരെണ്ണം സ്പ്ലിറ്റായി, അത് രണ്ട് വീണ്ടും സ്പ്ലിറ്റായി, അത് രണ്ട് വീണ്ടും സ്പ്ലിറ്റായി. ഇതിന് നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. അപ്പൊ ആ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റോഡ് ഉണ്ട്, കൺട്രോൾ റോഡ്. ആ കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് ബോറോൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. ബോറോൺ റോഡാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ കൺട്രോൾ റോഡായിട്ട് ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ന്യൂക്ലിയർ എനർജി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ന്യൂക്ലിയർ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇന്ന വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ന്യൂക്ലിയർ ദുരന്തങ്ങളാണ്. ഈ പറയുന്ന ചെറിയ അശ്രദ്ധ കാരണം ഉണ്ടായിട്ടുള്ള ന്യൂക്ലിയർ ദുരന്തങ്ങളാണ് 3 മൈൽസ് 1979 USA. ചെർണോബില് 1987 യുക്രൈനാണ് ചെർണോബില്. പിന്നെ ഫുക്കുഷിമ ജപ്പാനില് 2011. അപ്പൊ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള ആളുകളുടെയൊക്കെ ജീവന് വരെ എന്താണ് ഹാനി സംഭവിക്കാൻ കെൽപ്പുള്ള ആക്സിഡന്റുകളായിരിക്കും ന്യൂക്ലിയർ ആക്സിഡൻസ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഭയങ്കര ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. ന്യൂക്ലിയർ വേസ്റ്റ് ക്യാൻ ബി ബെറ്റർ ഡംപ്ഡ് ഇൻ സോൾട്ട് മൈൻസ്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാവും. ഈ ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റുകൾ മാത്രമായിരിക്കില്ല, ബൈ പ്രോഡക്റ്റുകളും ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിൽ, ഇപ്പൊ നമ്മൾ പപ്പടം വറുത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഓയിൽ ഉണ്ടാവില്ലേ, അതുപോലെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതൊരു പ്രശ്നമാണ്. അത് ഏറ്റവും നന്നായിട്ട് ഡംപ് ചെയ്യാൻ പറ്റുന്ന സോൾട്ട് മൈനുകളിലാണ്. സോൾട്ട് മൈൻ എന്താണ്, ഉപ്പൊക്കെ നമ്മൾ എടുക്കുന്ന മൈൻ ഉണ്ടല്ലോ, അപ്പൊ അവിടെ സോൾട്ട് ഖനികൾ. അപ്പോൾ ഉപ്പ് ഖനികളിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് ഡംപ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ന്യൂക്ലിയർ വേസ്റ്റ് എന്തായി പോവും, വിഘടിച്ച് പോവും അങ്ങനെ സോൾട്ട് മൈനിൽ അത് ഡംപ് ചെയ്യുമ്പോൾ. അപ്പൊ ന്യൂക്ലിയർ വേസ്റ്റ് പ്രോപ്പറായിട്ട് എവിടെ ഡംപ് ചെയ്യാം, സോൾട്ട് മൈനിൽ ഡംപ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ ഓർത്ത് വെക്കുക. ന്യൂക്ലിയർ എനർജി ഓക്കെ ആണല്ലോ.
ഇതും ഈ പറയുന്ന പോലെ ഇതിങ്ങനെ സ്പ്ലിറ്റ് ആവുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തീർന്നു പോവില്ല. കാരണം ആറ്റം സ്പ്ലിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അത് തീർന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് ഇതും നമ്മൾ എവിടെ പറയുന്നത് റിന്യൂവബിളിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? സ്പീഡ് കൂടുതലുണ്ടോ? കൂടുതലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സോൾട്ട് മൈനുകളുണ്ട്. സോൾട്ട് മൈന് ഉപ്പ് പാടങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പ് എടുക്കുന്ന ഖനികളുണ്ടല്ലോ, അവിടെയാണിത് ഡംപ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്നാണ് പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ന്യൂക്ലിയർ വേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി ഡംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നാച്ചുറൽ എലിമെന്റ്സ് തീർന്നു പോവില്ല, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഇന്ന് തീർക്കാന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ തീരും തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ നാച്ചുറൽ ഹസാർഡ്സ് നോക്കാം. ഇനി നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളാണ് അല്ലെ. പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ട്. അപ്പൊ അതിലൊന്ന് earthquake ആണ്. അതൊരു ജിയോ ഫിസിക്കൽ ആണ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ കാരണം ഒന്നും ഉണ്ടാവുന്നില്ല. ജിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ചില ഫിസിക്കൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് earthquake എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ജിയോ ഫിസിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ദുരന്തമാണിത്? ജിയോ ഫിസിക്കൽ ആണ്. ജിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി, ഫിസിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ച് കാരണം ഉണ്ടാകുന്ന എന്താണ് ഒരു ദുരന്തമാണ് earthquake എന്ന് പറയുന്നത്, ഭൂമി കുലുക്കം. ഓക്കെ, ഇനി ഭൂമി കുലുക്കത്തിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് നമ്മൾ സീസ്മോളജി എന്നാണ് പറയാ. സീസ്മോളജി. ഓക്കെ, അപ്പൊ ഭൂമി കുലുക്കത്തിനെ പറ്റിയിട്ടുള്ള പഠനമാണ് സീസ്മോളജി. സ്റ്റഡി ഓഫ് earthquakes ആണ് സീസ്മോളജി. ഇവിടെ അത് കയറി പോയേക്കുന്ന കണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, നോട്ട്സിൽ ഞാനത് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ earthquake എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂമി കുലുക്കം എന്ന് പറയുന്നത് എന്ത് തരം ദുരന്തമാണ്? ജിയോ ഫിസിക്കൽ ആണ്. ജിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി, ഫിസിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ്. അതുകൊണ്ടാണ് അത് ജിയോ ഫിസിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, earthquakeനെ പറ്റിയിട്ടുള്ള പഠനമാണ് സീസ്മോളജി. ഓക്കെ, ഇനി പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള earthquakeനെ പറ്റി പഠിക്കുകയാണെങ്കിലോ കുറേ വർഷങ്ങളായിട്ടുള്ള പാലിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയതെന്നാണ് അല്ലെ. പഴയ earthquakeകളെ പറ്റിയിട്ട് ഉള്ള പഠനമാണ് പാലിയോ സീസ്മോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സീസ്മിക് വേവ്. എന്താണ് ഈ സീസ്മിക് വേവ് എന്ന് പറയുന്നത്? അതായത് ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ വേവ് തരംഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭൂമി അല്ലെ, ഈ ഭൂമിക്കടിയിൽ നിന്നാണ് ഈ പറയുന്ന ഈ തരംഗങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഈ തരംഗങ്ങൾ പല രീതിയിൽ എന്ത് ചെയ്യാം? ഇത് വരാം. അതായത് ചില തരംഗം എന്താണ് ഇങ്ങനെ വേവ് പോലെ ആയിരിക്കും. ഓക്കെ, ചിലത് ഇങ്ങനെ ആയിരിക്കും. ഇത് ഓരോ തരംഗത്തിനനുസരിച്ചിട്ട് ഇതിന്റെ എന്താണ് ആഘാതം വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ചിലത് ഭൂമിയുടെ സർഫസിൽ ഇങ്ങനെ ഒരു പാമ്പ് എഴയുന്നത് പോലെ ഒരു സർഫസ് വേവ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ വരാം. ഇനി അതല്ലെങ്കിൽ ഭൂമിയിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ 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 ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. വെർട്ടിക്കൽ ഇങ്ങനെ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം? ഇത് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ വേവുകൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള ഭൂമി കുലുക്കമുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് റിച്ചർ സ്കെയിലിൽ ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര നാശനഷ്ടം എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? എല്ലാ ഭൂമി കുലുക്കത്തിലും ഒരേ ഇന്റൻസിറ്റിയിലായിരിക്കില്ല നാശനഷ്ടം ഉണ്ടാകുന്നത്. കാരണം അത് ആ വേവിനനുസരിച്ചിട്ട് നാശനഷ്ടം മാറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കാം. അപ്പൊ സീസ്മിക് വേവ് എന്ന് പറയുന്നത് ഈ ഭൂമി കുലുക്കം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പ്രകമ്പനം ഉണ്ടല്ലോ, ആ വേവിനെയാണ് നമ്മൾ സീസ്മിക് വേവ് എന്ന് പറയാം. അത് രണ്ട് തരം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബോഡി വേവും ഉണ്ട്, സർഫസ് വേവും ഉണ്ട്. ഓക്കെ, ബോഡി വേവ് എന്ന് പറയുന്നത് പാസ് ത്രൂ ബോഡി ഓഫ് എർത്ത്, അതായത് ഭൂമിയുടെ ബോഡിയിലേക്കൂടി പാസ് ചെയ്യുന്ന വേവാണ് ബോഡി വേവ് എന്ന് പറയുന്നത്. ദേ ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത് ലെങ്ത്തിൽ അല്ലെ, ഇങ്ങനെ പോകുന്ന ഭൂമിയുടെ ഉള്ളിലേക്കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന വേവ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ. മറ്റേതെന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്, സെക്കൻഡറി എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ബോഡി വേവ് എന്ന് പറയുന്നത് ഭൂമിയുടെ ബോഡിയിലേക്കൂടി പാസ് ചെയ്യുന്ന വേവാണ്. ഭൂമിയുടെ ബോഡിയിലേക്കൂടി പാസ് ചെയ്യുന്ന വേവാണ് ബോഡി വേവ് എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് തരമുണ്ട്, പ്രൈമറി അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലും സെക്കൻഡറി അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സും. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ബോഡി വേവ് എന്താണെന്നുള്ള കാര്യം മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വേവ് ആണ് സർഫസ് വേവ്. ട്രാവൽ ത്രൂ എർത്തിന്റെ ക്രസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ ഭൂമിയുടെ പ്രതലം അല്ലെ, പ്രതലത്തിലേക്കൂടി പാസ് ചെയ്യുന്ന വേവ് ആണ് സർഫസ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ബോഡി വേവ്സ്. എന്ത്? സർഫസ് വേവ് ആണ് ബോഡി വേവ്സിനേക്കാൾ ഡേഞ്ചറസ്. കാരണം ഇത് എവിടെയാണ്? ഭൂമിയുടെ സർഫസിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സർഫസിലല്ലേ എല്ലാതരം ബിൽഡിങ്ങുകളും നിൽക്കുന്നത്, മരങ്ങൾ നിൽക്കുന്നത്.
അപ്പൊ ഇവിടെ ഈ വേവ് കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ഷെയ്ക്ക് ഉണ്ടാവും. അപ്പൊ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴും. ഭൂമിയുടെ ഉള്ളിലാണെങ്കിലോ അത് നമ്മളെ ബാധിക്കുന്നില്ല, കാരണം ആ വേവ് നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്നില്ല പലതും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ കുറച്ച് ഭാഗമായിരിക്കും എത്തുന്നത്. അപ്പൊ അതാണ് ചെറിയൊരു രീതിയിൽ ഇങ്ങനെ നമുക്കൊന്നിങ്ങനെ ഒരു ടേബിളിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങനെ ഇത് എന്ന് ഉണ്ടാവുന്ന ഒരു ശബ്ദം ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ചിലപ്പോൾ ബോഡി വേവിലല്ല. സർഫസ് വേവ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഭൂമിയുടെ മാൻഡിൽ അല്ലെങ്കിൽ എന്താണ് ക്രസ്റ്റ്, മാൻഡിലല്ല ക്രസ്റ്റ്, ഭൂമിയുടെ ഈ ഔട്ടർ സർഫസ് അല്ലെ, അവിടെയാണ് ഈ വേവ് വരുന്നത്. അവിടെ വേവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഭൂമിയുടെ മുകളിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. മരങ്ങളായിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ ഒക്കെ ഈ ഭൂമിയുടെ ക്രസ്റ്റിലല്ലേ. അപ്പൊ ഈ ക്രസ്റ്റിലേക്ക് ഇങ്ങനെ ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വേവ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മരങ്ങളൊക്കെ അപ്രൂട്ട് ചെയ്യപ്പെടും അല്ലെ, മരങ്ങളൊക്കെ പിഴുത് എറിയപ്പെടും. അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ കൊളാപ്സ് ആവും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സീസ്മിക് വേവുകൾ ഏതാണ്? സർഫസ് വേവുകളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ബോഡി വേവ് എർത്തിന്റെ എർത്തിന്റെ ഉള്ളിലേക്ക് കൂടി പാസ് ചെയ്യുന്ന വേവുകളാണ്. അത് അത്ര പ്രശ്നക്കാരല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ. വൈബ്രേറ്റ് ഗ്രൗണ്ട് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. അതായത് ഇത് രണ്ട് തരത്തിലുണ്ടാവും ഈ സർഫസ് വേവ്. ചിലപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട്, ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലെ, ഇപ്പൊ ഇത് ഭൂമിയുടെ സർഫസ് ആണെങ്കിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും. ചിലപ്പോൾ എന്താണ് ഈ ഭൂമിയുടെ സർഫസ് ഇങ്ങനെ ഷെയ്ക്ക് ആവും. രണ്ടാണെങ്കിലും പ്രശ്നമല്ലേ? ഇങ്ങനെ ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ ഭൂമിയുടെ എന്താണ് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണാണ് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത്. ഇങ്ങനെ ഷെയ്ക്ക് ആയാലും എന്താണ് അത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഓർക്കാം. ദർ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത് ഇൻ ടു ദ എർത്ത്. അതായത് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്തോറും അതിന്റെ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഈ പുറത്തുള്ള സർഫസിലാണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതൽ ഉണ്ടാവുക. ഇത് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്തോറും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ബോഡി വേവ് എന്തല്ല പ്രശ്നക്കാരനല്ല എന്ന് പറഞ്ഞത്. കാരണം ഭൂമിയുടെ അടിയിലാണ്. ഇത് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്രസ്റ്റിന്റെ അവിടേക്ക് വരുമ്പോഴാണ് ഇത് പ്രശ്നക്കാരനാവുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ സർഫസ് വേവിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ലവ് വേവും റാലി വേവും. ലവ് വേവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ, നേരത്തെ പറഞ്ഞില്ലേ ലവ് വേവ്, ഇതാണ് ലവ് വേവ്. റാലി വേവ് എന്ന് പറയുന്നത് എന്താണ്? ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റും സൈഡ് ടു സൈഡ് മൂവ്മെന്റും ആണ്. ഇത് രണ്ടും കൂടെ വരുന്നതാണ് റാലി. അപ്പ് ആൻഡ് ഡൗണും സൈഡ് ടു സൈഡും. ഓക്കെ. അതാണ് റാലി വേവ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് വേവുകൾ രണ്ട് തരം ഉണ്ട്. ലവ് വേവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മോഷൻ മാത്രമാണ്. ഓക്കെ. ഹൊറിസോണ്ടൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രമായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ മോഷൻ മാത്രം. ഇനി റാലി വേവ് എന്ന് പറയുകയാണെങ്കിലോ അപ്പ് ആൻഡ് ഡൗണും വരും, സൈഡ് ടു സൈഡ് മൂവ്മെന്റും വരും. ഇത് രണ്ടും കൂടി ചേർന്ന മൂവ്മെന്റ് ആണ് റാലി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് വേവ് രണ്ട് തരം ഉണ്ട്. ഹൊറിസോണ്ടൽ മോഷൻ മാത്രം വരുന്നത്, പിന്നെ അപ്പ് ആൻഡ് ഡൗണും സൈഡ് ടു സൈഡും വരുന്ന മോഷൻ. അപ്പൊ ഇത് രണ്ടാണെങ്കിലും എന്ത് തന്നെയാണ്? വളരെ ഡേഞ്ചറസ് ആണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ എർത്ത് ഇന്റൻസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? രണ്ട് തരം മെഷർമെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാം. ഒന്ന് റിച്ചർ സ്കെയിലും മോഡിഫൈഡ് മെർസല്ലി സ്കെയിലും. നമ്മൾ പറയാറില്ലേ റിച്ചർ സ്കെയിലിൽ ഇത്ര കാണിച്ചു എന്നൊക്കെ. അപ്പൊ റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് ഈ എർത്ത് ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കുക. അപ്പൊ റിച്ചർ സ്കെയിലിൽ 8 അതിലധികമോ ആണെങ്കിൽ എർത്ത് വളരെ ഗ്രേറ്റ് ആണെന്നാണ് പറയാം. അതായത് ഭയങ്കര വലിയ എർത്ത് ആണ് 8 റിച്ചർ സ്കെയിലിൽ മെഷർമെന്റ് കാണിച്ചാൽ. 7-നും 7.9 ഇടയിലാണെങ്കിൽ മേജർ ആണ്. 6-നും 6.9-നും ഇടയിലാണെങ്കിൽ സ്ട്രോങ് ആണ്. 5-നും 5.9-നും ഇടയിലാണെങ്കിൽ അത് മോഡറേറ്റ് ആണ്. 4-നും 4.9-നും ഇടയിലാണെങ്കിൽ ലൈറ്റ് ആണ്. 3-ക്കും 3.9-നും ഇടയിലാണെങ്കിൽ അത് മൈനർ എർത്ത് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ. ഇനി നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ് മോഡിഫൈഡ് മെർസല്ലി സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 7.9, 8.9 അങ്ങനെയൊന്നും അല്ല പറയുന്നത്. എക്സ്പ്രസസ് ദ ഇന്റൻസിറ്റി ഓഫ് ആൻ എർത്ത് ഇഫക്ട് ഓൺ പീപ്പിൾ, സ്ട്രക്ചർ ആൻഡ് എർത്ത് സർഫസ്. അതായത് ഇവിടെ മോഡിഫൈഡ് മെർസല്ലി സ്കെയിലിൽ എർത്ത് തീവ്രത അളക്കുന്നത് എത്രത്തോളം ആ ഭൂമി കുലുക്കം മനുഷ്യരെ ബാധിച്ചിട്ടുണ്ട്, സ്ട്രക്ചറിനെ ബാധിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങുകളെ എത്രത്തോളം ബാധിച്ചു, എർത്തിന്റെ സർഫസിനെ എത്രത്തോളം ബാധിച്ചു, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സ്കെയില് മെഷർ ചെയ്യുന്നത്. മറ്റേത് എത്ര ആ ഒരു റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് എത്ര അളവിൽ ആ ഭൂമി കുലുങ്ങി എന്നുള്ളത് മാത്രമാണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാശനഷ്ടത്തിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സ്കെയില് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് മോഡിഫൈഡ് മെർസല്ലി സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ മോഡിഫൈഡ് മെർസല്ലി സ്കെയിലില് മെഷർമെന്റ് വരുന്നത് 1 മുതൽ 12 വരെയാണ്. റോമൻ നമ്പർ 1 to
12. ഇങ്ങനെയാണ് മെഷർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ മോഡിഫൈഡ് മെർസൻലി സ്കെയിലിൽ ആളുകളെ എങ്ങനെ ബാധിച്ചു, സ്ട്രക്ചറിനെ എങ്ങനെ ബാധിച്ചു, എർത്തിന്റെ സർഫസിനെ എങ്ങനെ ബാധിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 1 മുതൽ 12 വരെയുള്ള റീഡിംഗ് ആണ് മോഡിഫൈഡ് മെർസൻലി സ്കെയിലിൽ കൊടുക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെ ഈ സ്കെയിൽ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ പ്രദേശത്തിനും ഓരോ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഫ്ലഡിന്റെ സമയത്ത് ദുരന്ത നിവാരണ സംഘം അവർ വന്നിട്ട് ഓരോ വീടിനും എത്രത്തോളം വെള്ളം കയറി എന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് എന്തിനാണ്, അത് അടുത്ത തവണ ഇനി ഫ്ലഡ് വരുന്ന സമയത്ത് നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണത്. അപ്പൊ അതേപോലെ ഓരോ തവണ എർത്ത് വരുമ്പോഴും ഇതിനെ ആ മോഡിഫൈഡ് മെർസൻലി സ്കെയിൽ അനുസരിച്ചിട്ട് ഓരോ റീഡിംഗ് കൊടുക്കും. ആ റീഡിംഗ് അനുസരിച്ചിട്ട് ആ പ്രദേശത്തിന് ഓരോ സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് സിസ്മിക് ഹിസ്റ്ററി, അതായത് മുന്നേയുള്ള എർത്ത് ഒരു ചരിത്രം വെച്ചിട്ട് അല്ലെ, അതിന് ആ പ്രദേശത്ത് മുന്നേ എർത്ത് ഉണ്ടായത് വെച്ചിട്ട് ഓരോ രാജ്യങ്ങളെയും 4 സീസ്മിക് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ പ്രദേശത്തും മുന്നേ ഉണ്ടായിട്ടുള്ള ഭൂമി കുലുക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുഴുവൻ പ്രദേശങ്ങളെയും എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 സീസ്മിക് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? Zone 2, 3, 4 and 5. Okay. Of this, Zone 5 is the most seismically active region. അതായത് ഏറ്റവും സീസ്മിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റീജിയൻ, അതായത് ഏറ്റവും എർത്ത് വരാൻ സാധ്യതയുള്ള റീജിയൻ ആണ് Zone 5 വരുന്നത്. അവിടുത്തെ മോഡിഫൈഡ് മെർസൻലി റീഡിംഗ് എന്തായിരിക്കും? മോഡിഫൈഡ് മെർസൻലി സ്കെയിൽ റീഡിംഗ് എന്തായിരിക്കും? 9നും അതിന് മുകളിലും ആയിരിക്കും. ഇനി Zone 4 എന്ന് പറയുന്നത് അവിടെ മോഡിഫൈഡ് മെർസൻലി സ്കെയിൽ റീഡിംഗ് എന്താണ്? 8 ആണ്. Zone 3യുടെ സ്കെയിൽ റീഡിംഗ് എന്താണ്? 7 ആണ്. Zone 2ന്റെ സ്കെയിൽ റീഡിംഗ് എന്താണ്? 6 ആണ്. അപ്പൊ സ്കെയിൽ റീഡിംഗ് അനുസരിച്ചിട്ട് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഇത് BIS ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മൊത്തം രാജ്യത്തിന് 4 സീസ്മിക് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് 2, 3, 4, 5. അത് മുന്നേ നടന്നിട്ടുള്ള എർത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന സ്കെയിൽ റീഡിംഗ് അനുസരിച്ചിട്ടാണ്. മോഡിഫൈഡ് മെർസൻലി സ്കെയിൽ റീഡിംഗ് 6, 7, 8, 9 അതിന് മുകളിലും അതിനനുസരിച്ചിട്ടാണ് 2, 3, 4, 5 എന്നുള്ള സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ സുനാമി, വോൾക്കാനോ, സൈക്ലോൺ, ഫ്ലഡ്. യെസ്, ഇത്തിരിയുടെ റിച്ചർ സ്കെയിലിൽ ഇത്ര രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ മാനദണ്ഡത്തിലാണ്? അല്ലെങ്കിൽ വേവിന്റെ ട്രമറാണ്. ആ വേവ് എത്രത്തോളം ഇന്റൻസിറ്റിയിലാണെന്നുള്ളതാണ് അവർ മെഷർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ആ ഫോക്കൽ പോയിന്റ് ഉണ്ടല്ലോ, എവിടുന്നാണ് ആ ഭൂമി കുലുക്കം വന്നത്, അതിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് അവരത് മെഷർ ചെയ്യുന്നത്. എത്രത്തോളം ഷെയ്ക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ്. പക്ഷെ ഇവിടെ മോഡിഫൈഡ് മെർസൻലി സ്കെയിൽ വരുമ്പോൾ അവിടെ കുറച്ചും കൂടി അത് ഒരു നെക്സ്റ്റ് ലെവലാണ്. അത് മറ്റേത് ഇത്ര കുലുക്കം ഉണ്ടായി എന്നുള്ളത് മാത്രമാണ്. ആ ഭൂമി കുലുക്കത്തിൽ ഇത്ര നാശനഷ്ടം ഉണ്ടായി അല്ലെങ്കിൽ ഇത്ര ബിൽഡിങ്ങുകൾ അത് പോയി, ഇത്ര ആളുകൾ മരിച്ചു, അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മോഡിഫൈഡ് മെർസൻലി സ്കെയിൽ വരുന്നത്. അതായത് ആ ഒരു ഭൂമി കുലുക്കം കാരണം എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി ജനങ്ങൾക്കാണെങ്കിലും സ്ട്രക്ചറിനാണെങ്കിലും, അതായത് മൊത്തത്തിൽ ഒരു രാജ്യത്തിന് എത്രത്തോളം റിസോഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ കണക്ക് കൂടി നമുക്ക് എന്തിൽ കിട്ടും? മോഡിഫൈഡ് മെർസൻലിയിൽ കിട്ടും. മറ്റേത് ആ ഭൂമി കുലുക്കത്തിന്റെ തീവ്രത മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഇത്ര ഷേക്ക് ചെയ്തു എന്നുള്ളതാണ് മാത്രം. അത് കൂടുതലും നമ്മൾ റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ആ ഭൂമി കുലുക്കം ഉടലെടുത്തത്, അതിന്റെ ആ ഒരു പ്രകമ്പനത്തിന്റെ ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് അത് മെഷർ ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ഇപ്പൊ കുറച്ചും കൂടി കണക്കാക്കാൻ എന്തെങ്കിലും മെറ്റീരിയൽ, എന്തെങ്കിലും സംഗതികൾ ഉപയോഗിക്കുന്നുണ്ടോ? മെഷീനറികൾ ഉപയോഗിച്ചിട്ടാണത് ആ ഭൂമി കുലുക്കത്തിന്റെ തീവ്രത അവർ മെഷർ ചെയ്യുന്നത്. ഇവിടെ പക്ഷേ എത്രത്തോളം നാശനഷ്ടമുണ്ട്, എത്ര ആളുകൾ മരിച്ചു, ഇത്ര ബിൽഡിങ്ങുകൾ കൊളാപ്സ് ആയി, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്കെയിൽ റീഡിംഗ് കൊടുക്കുന്നത്. മറ്റേത് ആ ട്രമറാണ്, ഇത്ര കുലുങ്ങി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോന്ന് മെഷർ ചെയ്യാൻ ഓരോരോ യൂണിറ്റുകളില്ലേ, ഇപ്പൊ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ, അതേപോലെ ആ ട്രമറിനെ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിൽ മാത്രമാണ് റിച്ചർ സ്കെയിൽ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതിന്റെ കണക്ക് കൂടി നമുക്ക് കിട്ടും. മറ്റേതിനകത്ത് ഇത്ര കുലുങ്ങി എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത് അത്ര വൈബ്രേഷൻ ആണത്. ആ വൈബ്രേഷൻ വെച്ചിട്ടാണ് റിച്ചർ സ്കെയിൽ റീഡിംഗ് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണെങ്കിലും തീർക്കാൻ പറ്റും. സ്ലൈഡും പിന്നെ ആക്ടുകളും
മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും ആണ്. അടുത്ത ക്ലാസ്സിൽ എന്തായാലും നമുക്ക് തീർക്കാം. ഓക്കെ, എന്ത് തീർക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ തീർന്നില്ല. ഇനി സൈക്ലോണും സുനാമി, വോൾക്കാനോ, സൈക്ലോൺ, അങ്ങനെ കുറച്ച് കലാമിറ്റീസ് കൊണ്ട് പറഞ്ഞിട്ട് പിന്നെ ആക്ട്സ് ആൻഡ് കൺവെൻഷൻസ് പറയും. പിന്നെ SDG, MDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ആ ഗോളുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പം നാളെ ഇതിന്റെ ബാലൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ചോദിച്ചോ. ലാസ്റ്റ് പറഞ്ഞ 4 സെൻസിക് സോണുകളില്ലേ, അത് മുമ്പുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണയിക്കുന്നതാണ്. അതെ, കാരണം അപ്പോഴവർക്ക് കുറച്ചുകൂടി, അതായത് ആ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള എർത്ത്ക്വേക്ക് വെച്ചിട്ട് തന്നെയാണ്. അതായത് പൂർവ്വകാല ചരിത്രം വെച്ചിട്ടാണ് അവർ ആ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഗുജറാത്തിലേക്ക് എപ്പോഴും നമ്മൾ പറയാറില്ല, അവിടെ അതിന് മുന്നേ എർത്ത്ക്വേക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ ഭൂമിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നില്ലേ. അപ്പൊ അത് മുന്നേ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ അതിനെ സീസ്മിക് സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അത് എല്ലാ പ്രകൃതി ദുരന്തങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതിനെ. ചിലയിടത്ത് തീരെ ഉണ്ടായിട്ടില്ലെങ്കിലും ജോഗ്രഫിക്കലായി അങ്ങനെ പറയാം. ജോഗ്രഫിക്കലായിട്ട് അതിന് പോസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. ഇന്തോനേഷ്യ, യെസ്. ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗുജറാത്തൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാം. പിന്നെ അതിന്റെ ഭൂപ്രകൃതി ഈ പറഞ്ഞ പോലെ അത് വെച്ചിട്ട് നമുക്കത് പറയാം. പക്ഷെ സീസ്മിക് സോൺ കൂടുതലും പാസ്റ്റ് സീസ്മിക് ഹിസ്റ്ററി വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പറയാറുണ്ട്, അതായത് ആ സ്ഥലത്ത് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. കാരണം ആ ഭൂപ്രകൃതി വെച്ചിട്ട് അവിടെ എർത്ത്ക്വേക്കിനുള്ള പോസിബിലിറ്റി. അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, താങ്ക് യു.